ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു പൊളിയാണ് ഓർഗാനിക്. മക്കളെ, നമ്മളിപ്പോഴുള്ളത് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഓർഗാനിക് ചാപ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടാവും, കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്തൊക്കെയാണ് ഹാലോ ആൽക്കെയിൻസിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? എന്താ ഹാലോ ആൽക്കെയിൻ, എന്താ ഹാലോ അറീൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അതേപോലെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുകയുണ്ടായി. അതേപോലെ നെയിമിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നെ എന്താ ഹാലോ ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷൻ ഫ്രം ആൽക്കെയിനും ആൽക്കീനും ആൽക്കഹോളും, അതേപോലെ അയോൺ എക്സ്ചേഞ്ച് മെത്തേഡിൽ ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷനും ഒക്കെ നമ്മൾ കൃത്യമായി തന്നെ പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ ഹാലോ അറീൻസ് പ്രിപ്പയർ ചെയ്തു. അവിടെ നമ്മൾ എന്താ പറയുക, ബെൻസീനിൽ നിന്നുള്ള പ്രിപ്പറേഷന്, ടൊളുവിനിൽ നിന്നുള്ള പ്രിപ്പറേഷന്, അതേപോലെ തന്നെ സാൻമേസ് റിയാക്ഷനും ഗാറ്റർമാൻ റിയാക്ഷനും ഒക്കെ വളരെ കൃത്യമായി വളരെ നീറ്റായിട്ട് പഠിച്ചു എന്നുള്ളതാണ്. മക്കളെ, നിങ്ങളിൽ ആരെങ്കിലും ആ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നമ്മുടെ ചാനലിൽ അതുണ്ട്. പെട്ടെന്ന് തന്നെ പോയി ആ പാർട്ട് കണ്ട് പഠിച്ചു വരണം. എന്നാലല്ലേ സെക്കൻഡ് പാർട്ട് പഠിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം ഒരു കണ്ടിന്യൂവേഷൻ അല്ലേ ഓർഗാനിക് എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിച്ച കുട്ടികൾ കൃത്യമായിട്ട് ഈ പാർട്ടിൽ പറയുന്ന കാര്യങ്ങളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ എല്ലാത്തിൻ്റെയും ആൻസർ നമുക്ക് എഴുതാൻ പറ്റും, നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റും. പൊളിയാണ് ഓർഗാനിക് എന്ന് പറയുന്ന ഈ സീരീസിൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഞങ്ങൾ എടുത്തു തരുന്നുണ്ട്. നന്നായിട്ട് പഠിക്കുക, ഞങ്ങൾ കൂടെ നിൽക്കുക, ഒരു സംശയവും വേണ്ട, ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, നമുക്ക് തുടങ്ങാമടാ. ഇനി എന്താ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്? ഇനി ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് ഹാലോ ആൽക്കെയിൻസിൻ്റെ ഒക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതേപോലെ പോളി ഹാലജൻ കോമ്പൗണ്ട്സിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. ഒന്ന് രണ്ട് സിമ്പിൾ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് ചെയ്യാം. ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അതിൽ ആദ്യം തന്നെ ഫിസിക്കൽ സ്റ്റേറ്റിനെ കുറിച്ചൊരു ഐഡിയ വേണം. എന്താണ് ഫിസിക്കൽ സ്റ്റേറ്റിനെ കുറിച്ചൊരു ഐഡിയ? ഇത് എക്സാമിന് അങ്ങനെ ചോദിക്കുന്നതൊന്നും അല്ല. എന്നിരുന്നാലും മക്കളെ, നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. എന്താ കാര്യം എന്നറിയോ? നമ്മുടെ ഹാലോ ആൽക്കെയിൻ ആവട്ടെ ഹാലോ അറീൻ ആവട്ടെ, ലോവർ മെമ്പേഴ്സ്. ആരാണ് ഈ ലോവർ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? കാർബൺ ആറ്റത്തിൻ്റെ നമ്പർ കുറവുള്ള ഹാലോ ആൽക്കെയിനെയാണ് നമ്മൾ ലോവർ മെമ്പേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുക. ആ ലോവർ മെമ്പേഴ്സ് ഒന്നെങ്കിൽ ലിക്വിഡാണ്, അല്ലെങ്കിൽ ഗ്യാസ് ആണ്. ഒന്നെങ്കിൽ അവർ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും, അല്ലെങ്കിൽ അവർ ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. എന്നാൽ മക്കളെ, ഹയർ മെമ്പേഴ്സ് ഉണ്ടല്ലോ. ആരാണ് ഈ ഹയർ മെമ്പേഴ്സ്? ഹയർ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം കൂടുതലുള്ള ഹാലോ ആൽക്കെയിൻസ് ആണ്. അവർ സോളിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. ലോവർ മെമ്പേഴ്സ് ലിക്വിഡ് സ്റ്റേറ്റിലോ ഗ്യാഷ്യസ് സ്റ്റേറ്റിലോ ആണ് ഉള്ളതെങ്കിൽ ഹയർ മെമ്പേഴ്സ് കാണപ്പെടുന്നത് ഏത് സ്റ്റേറ്റിലാണ്? സോളിഡ് സ്റ്റേറ്റിലാണ്. ഹയർ മെമ്പേഴ്സ് സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹയർ മെമ്പേഴ്സ് സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു കാര്യം നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്തുകൊണ്ട് ഹയർ മെമ്പേഴ്സ് സോളിഡ് സ്റ്റേറ്റിലായി? ഹയർ മെമ്പേഴ്സ് സോളിഡ് സ്റ്റേറ്റിലാവാനുള്ള കാരണം മക്കളെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അതെന്താ? നമ്പർ ഓഫ് കാർബൺ ആറ്റം. നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുമ്പോൾ സൈസ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുക എന്നല്ലേ? നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുന്ന സമയത്ത് എന്ത് കൂടുന്നുണ്ട്? വാണ്ടർ വാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുന്നുണ്ട്. വാണ്ടർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, വാണ്ടർ വാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? സോളിഡ് സ്റ്റേറ്റിലേക്ക് വരുന്നത് എന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്തു വെക്കുന്നത് മക്കളെ നല്ലതാണ്. അപ്പം ലോവർ മെമ്പേഴ്സ് ലിക്വിഡോ ഗ്യാസോ ആണ്. ഹയർ മെമ്പേഴ്സിൽ നല്ല വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് സോളിഡ് ആണ് എന്ന കാര്യം
ഒന്ന് ഓർത്ത് വെച്ചോ. അതെങ്കിൽ എക്സാമിന് അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും അല്ലെങ്കിൽ പോലും മക്കളെ നിങ്ങളത് അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി മക്കളെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? രണ്ടാമത്തെ പോയിന്റ് ബോയിലിംഗ് പോയിന്റ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ്. എടാ, ബോയിലിംഗ് പോയിന്റിനെ കുറിച്ചും മെൽറ്റിംഗ് പോയിന്റിനെ കുറിച്ചും നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണ് എന്നല്ലേ മക്കളെ നിങ്ങൾ ചോദിക്കുന്നത്? ആ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. എന്താടാ? ബോയിലിംഗ് പോയിന്റിനെയും മെൽറ്റിംഗ് പോയിന്റിനെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കാർബൺ ആറ്റം ആണ്. നമ്പർ ഓഫ് കാർബൺ ആറ്റം. എടാ, രണ്ടാമത്തത് എന്താണെന്നറിയോ? അത് നമ്പർ ഓഫ് ഹാലോജൻ ആണ്. നമ്പർ ഓഫ് കാർബൺ ആറ്റം ഒരു ഫാക്ടറാണ്, നമ്പർ ഓഫ് ഹാലോജൻ. ഇനി മൂന്നാമത്തത് എന്താ? സൈസ് ഓഫ് ഹാലോജൻ ആണ്. സൈസ് ഓഫ് ഹാലോജൻ നിങ്ങൾക്കറിയില്ലേ? ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അതല്ലേ മെയിൻ ഹാലോജൻസ്. താഴേക്ക് വരുമ്പോൾ സൈസ് കൂടുക ചെയ്യുക, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി മക്കളെ, നാലാമത്തെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് ബ്രാഞ്ചിങ് ആണ്. ഈ 4 കാര്യങ്ങളാണ് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നത്? മെയിനായിട്ട് ബോയിലിംഗ് പോയിന്റിനെയും മെൽറ്റിംഗ് പോയിന്റിനെയും എഫക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ നോട്ട് ചെയ്തോ, നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും കൂടുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ബോയിലിംഗ് പോയിന്റ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് മെൽറ്റിംഗ് പോയിന്റിനും ബാധകമാണ് മക്കളെ, അത് മെൽറ്റിംഗ് പോയിന്റിനും ബാധകമാണ്. ഇനി നമ്പർ ഓഫ് ഹാലോജൻ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? നമ്പർ ഓഫ് ഹാലോജൻ കൂടുമ്പോഴും ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും കൂടുക തന്നെയാ ചെയ്യുക. ഇനി മക്കളെ, സൈസ് ഓഫ് ഹാലോജൻ കൂടുമ്പോഴോ അപ്പോഴും ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും കൂടുക തന്നെയാ ചെയ്യുക. ഇനി ബ്രാഞ്ചിങ് കൂടുമ്പോഴോ അപ്പോൾ മാത്രമാണ് ബോയിലിംഗ് പോയിന്റ് കുറയുന്നത്. ബ്രാഞ്ചിങ് കൂടുമ്പോൾ ഒരേ മോളാർ മാസുള്ള ഒരേ ഹാലോജനുള്ള 3 ഹാലോ ആൽക്കെയിൻ തന്നു നിങ്ങൾക്ക്. എങ്കിൽ ആർക്കാണോ ബ്രാഞ്ച് കൂടുതലുള്ളത് അയാളുടെ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും കുറവായിരിക്കും, ഒരു സംശയവും വേണ്ട. ഇനി മക്കളെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. ഓർത്തോ ഐസോമർ, അതേപോലെ തന്നെ മെറ്റാ ഐസോമർ, അതേപോലെ തന്നെ പാരാ ഐസോമർ. ഇങ്ങനെ 3 ഐസോമറുകൾ ഉണ്ടെങ്കിൽ ഏത് ഐസോമറിനാ ബോയിലിംഗ് പോയിന്റ് കൂടുക? ഒരു സംശയവും വേണ്ട. ബോയിലിംഗ് ആവട്ടെ മെൽറ്റിംഗ് പോയിന്റ് ആവട്ടെ, അത് പാരക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പിന്നെ മെറ്റാ ഐസോമറിനാണ് കൂടുതൽ ഉണ്ടാവുക. പിന്നെ ഓർത്തോ ഐസോമറിനാണ്. അപ്പം ഇതും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഇവിടെ മെൽറ്റിംഗ് പോയിന്റ് എന്നും ഇവിടെ ബോയിലിംഗ് പോയിന്റ് എന്നും എഴുതിയിട്ടേ ഉള്ളൂ. പക്ഷേ രണ്ടുപേർക്കും ഈ ഓർഡറുകൾ ബാധകമാണ് എന്ന കാര്യം ഒരിക്കലും മക്കളെ നിങ്ങൾ മറക്കരുത്. അപ്പം ഇങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഈ പോയിന്റുകൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും മക്കളെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. കാരണം എല്ലാ പോയിന്റുകളും ഇവിടെ വന്നിട്ടുണ്ട്. ഗോട്ട് ഇറ്റ്? ഇനി മക്കളെ, മൂന്നാമത്തെ ഒരു പോയിന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി, അത് സോലുബിലിറ്റിയാണ്. സോലുബിലിറ്റിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഹാലോ ആൽക്കെയിൻസ് പോളാറാണ്. കാരണം എന്താടാ? എന്തുകൊണ്ടാണ് അത് പോളാറാവുന്നത്? നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചിട്ടുണ്ട്. കാർബൺ ഹാലോജൻ ബോണ്ട് പോളാറാ. ഇവിടെ പാർഷ്യൽ നെഗറ്റീവ്, ഇവിടെ പാർഷ്യൽ പോസിറ്റീവ് ഉണ്ട്, നമുക്കറിയാം. ഇത് ഹാലോ ആൽക്കെയിനിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇനി വാട്ടറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വാട്ടർ എന്ന് പറഞ്ഞാൽ ഇതല്ലേ വാട്ടർ. ഇവിടെ പാർഷ്യൽ പോസിറ്റീവ്, ഇവിടെ പാർഷ്യൽ പോസിറ്റീവ്, ഇവിടെ പാർഷ്യൽ നെഗറ്റീവ്. അപ്പം നമ്മുടെ ഹാലോ ആൽക്കെയിന് പോളാറാണ്, വാട്ടറും പോളാറാണ്. എങ്കിൽ നമ്മൾ പഠിച്ച ഐഡിയ പ്രകാരം പോളാറായിട്ടുള്ള ഹാലോ ആൽക്കെയിന് പോളാറായിട്ടുള്ള വാട്ടറിൽ ഡിസോൾവ് ചെയ്യണം. പക്ഷേ അത് ഡിസോൾവ് ചെയ്യുന്നുണ്ടോ? കാര്യമായി ഡിസോൾവ് ചെയ്യുന്നില്ല. വളരെ ചെറിയ ഹാലോ ആൽക്കെയിനൊക്കെ വാട്ടറിൽ സോലുബിൾ ആണ്. പക്ഷെ ജനറലി പറയുന്ന സമയത്ത് ഹാലോ ആൽക്കെയിനിൽ വാട്ടറിൽ സോലുബിൾ അല്ല. വേണ ചില പുസ്തകങ്ങളിലൊക്കെ ഇൻസോലുബിൾ എന്നും കാണാം. കാരണം എന്താണെന്നറിയോ? ചെറിയ മോളിക്യൂൾസിനെ മാറ്റി നിർത്തിയാൽ വേറെ ആരും വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ, നോർമലി പോളാർ ആണെങ്കിൽ ഡിസോൾവ് ചെയ്യണം. പക്ഷെ പോളാർ ആയിട്ട് പോലും ഇവിടെ ഡിസോൾബിലിറ്റി കുറവാ. എന്താ കാരണം? വാട്ടറുമായിട്ട് മക്കളെ നോക്കണേ, വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട്, ശ്രദ്ധിച്ചോ, വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് മേക്ക് ചെയ്യാൻ ആർക്ക് കഴിയുന്നില്ല?
ഹാലോ ആൽക്കെയിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അത് വാട്ടറിൽ സോലുബിൾ അല്ലാത്തത്, അല്ലെങ്കിൽ സോലുബിലിറ്റി കുറവായത് എന്ന കാര്യം മക്കളെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടതുണ്ട്, പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഗോട്ട് ഇറ്റ്? യെസ്. ഇനി എന്താണെന്നറിയോടാ, ഒരു പോയിന്റ് വേണമെങ്കിൽ നോട്ട് ചെയ്യാൻ പറ്റുന്നത് ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റിയാണ്. എന്താ ഡെൻസിറ്റിയെ കുറിച്ച് മക്കളെ നിങ്ങൾക്ക് പറയാനുള്ളത്? ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ ചോദിച്ചാൽ എല്ലാവരും പറയും എന്താ അത് മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയം ആ ഡെൻസിറ്റി. അപ്പോൾ ഒരു കാര്യം മക്കളെ ചോദിക്കട്ടെ നിങ്ങളോട്, നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുമ്പോൾ, നമ്പർ ഓഫ് ഹാലജൻ കൂടുമ്പോൾ, സൈസ് ഓഫ് ഹാലജൻ കൂടുമ്പോൾ അപ്പോഴൊക്കെ മാസ് കൂടുന്നില്ലേ? കൂടുന്നുണ്ട്. അപ്പൊ മാസ് കൂടുമ്പോൾ ഡെൻസിറ്റി കൂടും. അപ്പൊ ഈ ആദ്യത്തെ 3 കൂടുമ്പോഴും ഡെൻസിറ്റി കൂടുക ചെയ്യുന്നത്. ഇനി മക്കളെ ബ്രാഞ്ചിങ് കൂടുമ്പോൾ വോളിയത്തിന് എന്താ സംഭവിക്കുക? ബ്രാഞ്ചിങ് കൂടുമ്പോൾ വോളിയം കുറയുക ചെയ്യടാ. ബ്രാഞ്ച് കൂടുമ്പോൾ വോളിയം കുറയുക ചെയ്യുക. അപ്പോൾ വോളിയം കുറയുമ്പോൾ ഡെൻസിറ്റി കൂടുകയല്ലേ ചെയ്യുക? യെസ്. അപ്പോൾ നമുക്ക് പറയാം ബ്രാഞ്ചിങ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും കുറഞ്ഞതാ, പക്ഷേ ഡെൻസിറ്റി കൂടുക ചെയ്യുക. ഈ 4 കാര്യങ്ങൾ കൂടുന്ന സമയത്തും ഡെൻസിറ്റി കൂടുകയാ ചെയ്യുക. അപ്പോൾ ഈ പോയിന്റ് പഠിച്ചവർക്ക് അതങ്ങനെ തന്നെ ഇവിടെ ചെറിയൊരു മാറ്റം വരുത്തി അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് 4 കൂടുമ്പോൾ ഡെൻസിറ്റി കൂടും. ഓക്കെ. ഇനി മക്കളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞാൽ ഫിസിക്കൽ സ്റ്റേറ്റ് അങ്ങനെ ചോദിക്കാറില്ല. ഈ 4 പോയിന്റുകൾ എടുത്താൽ നോർമലി ക്വസ്റ്റ്യൻ വരാറുള്ളത് ഈ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും വരുന്ന ഭാഗത്തു നിന്നാണ്. ഒരു 3-4 കോമ്പൗണ്ട് തന്നിട്ട് അതിന് ബോയിലിംഗ് പോയിന്റ് കൂടുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ആർക്കാ കൂടുതൽ ബോയിലിംഗ് പോയിന്റ് എന്ന് ചോദിക്കും. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നോക്കാം നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കുക. എമംഗ് the halogen derivatives of ethane, the one which has the highest boiling point. ആർക്കാ ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് എന്നുള്ള? എല്ലാത്തിലും 2 കാർബണും 5 ഹൈഡ്രജനും ഉള്ളത്. ഹാലോജനാ വ്യത്യാസം ഉള്ളത്. അപ്പൊ നമ്മൾ എന്താ നോക്കേണ്ടത്? സൈസ് ഓഫ് ഹാലോജൻ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുന്നല്ലേ പഠിച്ചത്? എങ്ങനെയാണ് സൈസിന്റെ ഓർഡർ? ഫ്ലോറിനേക്കാൾ സൈസ് ക്ലോറിൻ ഉണ്ട്, അതിനേക്കാൾ സൈസ് ബ്രോമിൻ, അതിനേക്കാൾ സൈസ് അയോഡിന്. അപ്പൊ ഒരു സംശയവും വേണ്ട, ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക അയോഡോ ഈത്തൈന് തന്നെയാ. കാരണം സൈസ് ഓഫ് ഹാലോജൻ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. മറ്റൊന്ന് നോക്ക് നിങ്ങൾ, അറേഞ്ച് 1 ക്ലോറോപ്രൊപ്പൈൻ. 1 ക്ലോറോപ്രൊപ്പൈൻ ഉണ്ട്, 2 ക്ലോറോപ്രൊപ്പൈൻ ഉണ്ട്, 1 ക്ലോറോബ്യൂട്ടൈൻ ഉണ്ട്. ഇവരെ ആ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്യേണ്ടത്. ഒരു സംശയവുമില്ല, ഇവിടെയും ഒരു ക്ലോറിന്, ഇവിടെയും ഒരു ക്ലോറിന്, ഇവിടെയും ഒരു ക്ലോറിൻ. എന്നാൽ ഇവിടെ പ്രൊപ്പൈൻ 3 കാർബണ, ഇവിടെ പ്രൊപ്പൈൻ 3 കാർബണ, ഇവിടെ ബ്യൂട്ടൈൻ 4 കാർബണ. ഒരു സംശയവും വേണ്ട, 1 ക്ലോറോബ്യൂട്ടൈൻ, 1 ക്ലോറോബ്യൂട്ടൈൻ അതിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക. മെൽറ്റിംഗ് പോയിന്റും അയാൾക്ക് തന്നെയാണ്. എന്നാൽ 1 ക്ലോറോപ്രൊപ്പൈൻ ആണോ 2 ക്ലോറോപ്രൊപ്പൈൻ ആണോ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ? ഒരു സംശയവുമില്ല, 1 ക്ലോറോ ആണ്. കാരണം എന്താ? 2 ക്ലോറോ എന്ന് പറയുമ്പോൾ അവിടെ ബ്രാഞ്ച് വരും. ബ്രാഞ്ച് വരുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയാ ചെയ്യുക. അപ്പോൾ 1 ക്ലോറോപ്രൊപ്പൈൻ, 1 ക്ലോറോപ്രൊപ്പൈൻ. പിന്നെ ആ മക്കളെ എന്ത് വരിക? 2 ക്ലോറോപ്രൊപ്പൈൻ വരിക. Got it? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് ആ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ ഭാഗത്തുനിന്ന് എക്സാമിന് ചോദിക്കുക. ഗോട്ട് ഇറ്റ്? ആൻസർ ചെയ്യാൻ എങ്ങനെയാണെന്ന് മനസ്സിലായോടാ? നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളില്ലേ, അത് കൃത്യമായി പഠിച്ചാൽ ഒരു സംശയവും ഇല്ല, കറക്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ആ മാർക്കും വാങ്ങാൻ പറ്റും. ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാ? കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്കാണ്. എടാ, കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയുന്ന സമയത്ത് പ്രധാനപ്പെട്ട 3 കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. ഒന്ന് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്, 2 എലിമിനേഷൻ റിയാക്ഷൻ ആണ്, 3 റിയാക്ഷൻ വിത്ത് മെറ്റൽസാ. എടാ, ഈ 3 പ്രോപ്പർട്ടിയും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന പ്രോപ്പർട്ടീസാ. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ ശ്രദ്ധിച്ചോ. നോക്കടാ, ആദ്യം തന്നെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അത് എന്താണ് എന്ന് ആദ്യമായിട്ട് തന്നെ മക്കളെ മനസ്സിലാക്കണം. മക്കളെ എൻ്റെ കൂടെ വരണേ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. ഓർഗാനിക് കേട്ടിരുന്നിട്ട് കാര്യമില്ല, റിയാക്ഷൻസ് ഒക്കെ എഴുതിയെടുക്കണം, പോയിന്റുകളൊക്കെ എഴുതിയെടുക്കണം. ആ എഴുതിയെടുത്തത് നിങ്ങൾ പഠിക്കണം, അത് എഴുതി തന്നെ പഠിക്കണം, പഠിച്ചത് നന്നായിട്ട് റിവൈസ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ഓർഗാനിക്കിൽ മാസ്റ്ററായിട്ട് മാറുക. ഓക്കെ, ഒരു പ്രശ്നവും ഇല്ലടാ, സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ. എടാ, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അറിയുന്നതാണ്. ഒരാളെ മാറ്റിയിട്ട് വേറൊരാളെ കൊണ്ടുവരുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ.
അപ്പൊ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ന്യൂക്ലിയോഫൈലിനെ മാറ്റിയിട്ട് ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈലിനെ കൊണ്ടുവരിക. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. ഒരു വീക്ക് ന്യൂക്ലിയോഫൈലിനെ റിപ്ലേസ് ചെയ്തിട്ട് ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ വരുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എന്ത് റിയാക്ഷൻ ആണ്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എക്സാമ്പിൾ പറയുന്നത് ശ്രദ്ധിച്ചോ. എടാ പ്രധാനപ്പെട്ടതാട്ടോ, എന്താണെന്ന് അറിയണം. ഒരു വീക്ക് ന്യൂക്ലിയോഫൈലിനെ റീപ്ലേസ് ചെയ്ത് സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ വരിക, അതാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ അതെന്താണ് എന്ന് പറയാനും അതിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതാനും നിങ്ങൾക്ക് കഴിയണം. നോക്കൂ, ഒരു എക്സാമ്പിൾ നോക്കൂ. CH3CH2, അല്ലെങ്കിൽ വേണ്ട താഴെ എഴുതാം. നോക്കണേ മക്കളെ, CH3CH2Cl. ഇതാരാടാ? ഇതൊരു ഹാലോ ആൽക്കീനാ. ഇയാളുടെ പേര് ക്ലോറോ ഈത്തൈനാണ്. എന്താടാ പേര്? ക്ലോറോ ഈത്തൈന. ഇതിലേക്ക് ഞാൻ മൂന്നാളുകളുമായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യാന്ന് വിചാരിക്കും. മൂന്നാളുകളുമായി ട്രീറ്റ് ചെയ്യാം. മൂന്നും ശ്രദ്ധിക്കണേ, ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട്. ഞാനൊരു 3 പറയുന്നു എന്നേ ഉള്ളൂ. ഞാൻ ആദ്യം എടുക്കുന്നത് NaOH ആണ്. NaOH ആണ്. ഓക്കെ, ഈ 3 എക്സാമ്പിളും പഠിക്കണേ. എടാ, NaOH ഏതാ ന്യൂക്ലിയോഫൈല്? അത് Na+ഉം OH- എന്ന് മക്കൾക്ക് അറിയാം. അപ്പൊ ഇവിടെയുള്ള ന്യൂക്ലിയോഫൈൽ ഏതാ? Cl-. അപ്പൊ ആ Cl- റിപ്ലേസ് ചെയ്ത് OH-, അതായത് വീക്ക് ന്യൂക്ലിയോഫൈലിനെ റിപ്ലേസ് ചെയ്ത് അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോഫൈൽ വരിക, അതാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പൊ Cl- പോയി OH- വരും. അപ്പൊ എന്താടാ പ്രൊഡക്റ്റ്? CH3CH2OH. ബൈ പ്രൊഡക്റ്റ് Na-യും Cl-ഉം കമ്പൈൻ ചെയ്താൽ സോഡിയം ക്ലോറൈഡ്. ഇതാരാ? ഇത് എത്തനോൾ ആണ്. ഇതൊരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ഇത് പ്ലസ് ഇത് ഗീവ്സ് ഇത് എത്തനോൾ കിട്ടുന്നത് ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. പഠിച്ചിരിക്കേണ്ടതാ. ഇനി മക്കളെ നോക്ക്, ഇത് അറിഞ്ഞിരിക്കണേ. ഒരു എക്സാമ്പിൾ എഴുതാൻ ചോദിക്കാറുണ്ട്. ഇനി എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ? ഇതിലേക്ക് നമ്മൾ KCN ആഡ് ചെയ്യുന്നു, അതേപോലെ AgCN ആഡ് ചെയ്യുന്നു. ഓക്കെ, KCN ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇതൊരു അയോണിക് കോമ്പൗണ്ടാ. K+ഉം Cn- ആണുള്ളത്. അപ്പൊ ഇവിടെയുള്ള Cl- പോയിട്ട് Cn- വരും. അപ്പൊ എന്താടാ പ്രൊഡക്റ്റിൽ വ്യത്യാസമൊന്നുമില്ല. CH3CH2 Cl- പോയിട്ട് Cn- വന്നു, Cn വന്നു. എന്താ ബൈ പ്രൊഡക്റ്റ്? പൊട്ടാസ്യം ക്ലോറൈഡ്, KCl ബൈ പ്രൊഡക്റ്റ്. ഓക്കെ മക്കളെ, പക്ഷെ ഇവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ KCN ആഡ് ചെയ്തപ്പോൾ Cn ഇങ്ങോട്ടേക്ക് പോവല്ലേ, അതേപോലെ Cn ഇങ്ങോട്ടേക്ക് പോകുന്നു നമ്മൾ വിചാരിക്കും. അല്ല, ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്നറിയോ? ഇതൊരു പക്ക അയോണിക് കോമ്പൗണ്ട് ആണ്. എന്നാൽ AgCN നല്ലൊരു അയോണിക് കോമ്പൗണ്ട് അല്ല, അതൊരു കോവാലന്റ് കോമ്പൗണ്ടാ. അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എക്സാമിന് ചോദിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയോടാ? അത് Cn അല്ല, CH3CH2 Cn അല്ല, മറിച്ച് NC ആണ്. എന്താടാ? NC ആണ്. ബൈ പ്രൊഡക്റ്റ് AgCl. അതിൽ പ്രശ്നമില്ല. അപ്പൊ മക്കളെ, നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്ന് അറിയോ? അത് KCN ആഡ് ചെയ്യുമ്പോൾ നമുക്ക് Cn അല്ലേ കിട്ടിയത്? Cn വന്നാൽ അതിനെ സയനൈഡ് എന്നാ വിളിക്കുക. എന്നാൽ AgCN ആഡ് ചെയ്യുമ്പോൾ നമുക്ക് NC അല്ലേ കിട്ടിയത്? NC വന്നാൽ അതിനെ വിളിക്കുന്ന പേര് ഐസോസയനൈഡ് എന്നാണ്. എന്താണ് വിളിക്കുക? ഐസോസയനൈഡ്. അപ്പോൾ അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു. ഇത് അയോണിക് കോമ്പൗണ്ടും ഇത് കൊവാലന്റ് കോമ്പൗണ്ടും ആയതുകൊണ്ടാണ്. അത് നിങ്ങൾ മറന്നു കളയരുത്. പക്ഷെ അതല്ല എക്സാമിന് ചോദിക്കുക. റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനാ ചോദിക്കുക. KCN ആഡ് ചെയ്യുമ്പോൾ സയനൈഡാ കിട്ടുക, AgCN ആഡ് ചെയ്യുമ്പോൾ ഐസോസയനൈഡാ കിട്ടുക. റെഡിയാണോ മക്കളെ? ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആണോ? പറഞ്ഞത് മക്കളെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ? അതൊന്ന് ഓർത്തു വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നോക്ക്, അടുത്തത് ഒരു ക്വസ്റ്റ്യനാ. റൈറ്റ് ദ റിയാക്ഷൻ ഓഫ് ഇഥൈൽ ബ്രോമൈഡ് വിത്ത് ഫോളോയിങ് റിയേജൻസ്. ഇഥൈൽ ബ്രോമൈഡിനെ ഫോളോയിങ് റിയേജൻസുമായി ട്രീറ്റ് ചെയ്യുക. ഇഥൈൽ ബ്രോമൈഡ് എന്ന് പറഞ്ഞാൽ ആരാ? CH3CH2Br. അതിനെ നമ്മൾ ആരുമായിട്ടാ
അക്വസ് KOH, പിന്നെ ആരുമായിട്ടാ KCN, പിന്നെ ആരുമായിട്ടാ AgCN. പറയേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ K+OH-. അപ്പം എന്താടാ വരിക? CH3CH2OH. നമ്മൾ പറഞ്ഞ ഇതേ സാധനം തന്നെ NaOH-ന് പകരം അക്വസ് KOH വന്നു എന്നല്ലേ ഉള്ളൂ. യെസ്, ഇവിടെ KCN അല്ലേ? KCN ആഡ് ചെയ്താൽ എന്താടാ കിട്ടുക? KCN ആഡ് ചെയ്താൽ സയനൈഡാ കിട്ടുക. AgCN ആഡ് ചെയ്താൽ എന്താടാ കിട്ടുക? ഐസോസയനൈഡ് ആണ് കിട്ടുക എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. Got it? Very simple. ഇനി കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. എന്താ കംപ്ലീറ്റ് ചെയ്യേണ്ടത്? എന്താടാ കംപ്ലീറ്റ് ചെയ്യേണ്ടത്? ഈ ഈത്തൈൽ ബ്രോമൈഡിലേക്ക് AgCN ആഡ് ചെയ്യുമ്പോൾ ഈ ബ്രോമിന്റെ സ്ഥാനത്ത് ആരാ വരിക? NC വരിക. AgCN ആഡ് ചെയ്യുമ്പോൾ NC വരിക. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടില്ല. അത് നമ്മൾ റിയാക്ഷൻ വിത്ത് മെറ്റൽസ് പറയുമ്പോഴാണ് ചെയ്യാൻ പറ്റുക. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി മക്കളെ നമ്മൾ പോകുന്നത് ഇതിന്റെ മെക്കാനിസത്തിലേക്കാണ്. ഇപ്പൊ എന്താ മനസ്സിലായത്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ന്യൂക്ലിയോഫൈലിനെ റിപ്ലേസ് ചെയ്തിട്ട് ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ വരുന്ന പ്രോസസ്സാണ് എന്ന് എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായോടാ? മനസ്സിലായി. അതിന്റെ 3 എക്സാമ്പിളുകൾ മനസ്സിലായോടാ? മനസ്സിലായി. അവിടെ തന്നെ KCN-ഉം AgCN-ഉം ആഡ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മക്കളെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറയുന്നതാണ് അതിൻ്റെ മെക്കാനിസം. 2 മെക്കാനിസങ്ങളുണ്ട്. ഒന്ന് SN2 മെക്കാനിസമാണ്, 2 SN1 മെക്കാനിസമാണ്. ആദ്യം SN2 പറയാം. നോക്കൂ, എന്താ SN2 എന്ന് പറഞ്ഞാൽ? സബ്സ്റ്റിറ്റ്യൂഷൻ. S സൂചിപ്പിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ, N സൂചിപ്പിക്കുന്നത് ന്യൂക്ലിയോഫിലിക്, ബൈമോളിക്കുലാർ സൂചിപ്പിക്കുന്നത് 2-നെയാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ, ന്യൂക്ലിയോഫിലിക്, ബൈമോളിക്കുലാർ. എങ്ങനെയാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ, ന്യൂക്ലിയോഫിലിക്, ബൈമോളിക്കുലാർ. സബ്സ്റ്റിറ്റ്യൂഷൻ, ന്യൂക്ലിയോഫിലിക്, ബൈമോളിക്കുലാർ. നോക്കാം നമുക്ക്. ഒരു എക്സാമ്പിൾ ഞാൻ ആദ്യം പറയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇത് മനസ്സിലാക്കാൻ എളുപ്പം. അത് മാത്രമല്ല, എക്സാമിനും ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. നോക്കിക്കോ നിങ്ങൾ. ഞാനൊരു CH3 എടുക്കാം, CH3Cl എടുക്കാം. CH3Cl നോക്കണേടാ, ഇത് CH3Cl ആണ്. CH3Cl. ഓക്കെ, ഇതെന്താണ്? ഇതൊരു CH3Cl ആണ്. ഗോട്ട് ഇറ്റ്? CH3Cl. ഓക്കെ, ഞാനൊരു ഹാലോ ആൽക്കീൻ എടുത്തു. ഏതാ ഹാലോ ആൽക്കീന്? ക്ലോറോമീത്തൈൻ ആണ്. CH3Cl ക്ലോറോമീത്തൈൻ ആണ്. ഇത് മാത്രം നിന്നാ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമോ? ഇല്ല. ഇവിടെയുള്ള ന്യൂക്ലിയോഫൈലിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോഫൈൽ അവിടെ വരേണ്ടതില്ലേ? വരേണ്ടതുണ്ട്. ആരാടാ അത്? ആ വരുന്നത് OH- ആണ് എന്ന് വിചാരിക്കുക. ആരാടാ വരുന്നേ? OH- ആണ് വരുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചോ. ഇയാളെ മാറ്റിയിട്ട് അയാൾ വരല്ലേ? ആ പ്രോസസ്സ് ശ്രദ്ധിച്ചോ നിങ്ങൾ. കാർബണിന്റെ കൂടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? കാർബണിന്റെ കൂടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ. ആ കാർബണിന് ക്ലോറിനുമായിട്ടൊരു ബോണ്ട് ഇല്ലേടാ? ഉണ്ട്. ആ ക്ലോറിനുമായിട്ടുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യണം, എന്നാലല്ലേ OH-ന് വരാൻ കഴിയുള്ളൂ. അപ്പൊ എന്താണ് നടക്കുക? കാർബണിന്റെയും ക്ലോറിന്റെയും ഇടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് ഞാൻ കാണിച്ചത്. എന്നാൽ ഈ കാർബണിന് OH-ഉമായിട്ട് ബോണ്ട് ഉണ്ടോ? നിങ്ങൾ പറ, ബോണ്ട് ഉണ്ടോ? ഈ കാർബൺ OH-ഉമായി ബോണ്ട് ഉണ്ടോ? ഇല്ല. എന്നാൽ ആ ബോണ്ട് ഇവിടെ മെയ്ക്ക് ചെയ്യപ്പെടും. നോക്കൂ, ഇതാണ് അവിടെ നടക്കുക. എടാ, ഇതൊരു ഇന്റർമീഡിയറ്റ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഇയർ ഓർഗാനിക്കിൽ പഠിച്ചിട്ടുണ്ട്. ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ അവിടെ കാർബോകാറ്റയോണോ കാർബാനയോണോ ഫ്രീ റാഡിക്കളോ ഒക്കെ ഉണ്ടാവണം. ഇവിടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതും മെയ്ക്ക് ചെയ്യുന്നതും ഒരേ സമയമാണ് നടക്കുന്നത് എന്നത് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അതിനെ വേണമെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയാം. ഏത് റിയാക്ഷൻ ആണെങ്കിലും ആദ്യം ബോണ്ട് ബ്രേക്ക് ചെയ്യും, പിന്നെ ബോണ്ട് മെയ്ക്ക് ചെയ്യും. ബ്രേക്കിങ്ങും മേക്കിങ്ങുമാണ് കെമിക്കൽ റിയാക്ഷൻ. അതൊന്നും ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. കുറച്ച് സമയം കഴിഞ്ഞാൽ എന്താടാ സംഭവിക്കുക? ക്ലോറിനുമായുള്ള ബോണ്ട് കംപ്ലീറ്റ് ബ്രേക്ക് ആവൂലടാ, കംപ്ലീറ്റ് ബ്രേക്ക് ആവും. OH-ഉമായിട്ടുള്ള ബോണ്ട് കംപ്ലീറ്റ് മെയ്ക്ക് ആവും. അപ്പൊ എന്താ സംഭവിക്കുക? നോക്കിക്കോ, കാർബണിന് OH-ഉമായിട്ടുള്ള ബോണ്ട് കംപ്ലീറ്റ് മെയ്ക്കായി. പിന്നെ കാർബണിന്റെ കൂടെ ആരാ ഉള്ളത്? 3 ഹൈഡ്രജൻ ഉണ്ട്.
പ്ലസ് ഈ ക്ലോറിനുമായുള്ള ബോണ്ട് കംപ്ലീറ്റ് ബ്രേക്ക് ആയി. അപ്പൊ ആരാ പുറത്തേക്ക് പോവാ? Cl- പുറത്തേക്ക് പോകും. എടാ ഇവിടെ ഞാൻ എഴുതിയത് ഒരു SN2 മെക്കാനിസത്തിന്റെ എക്സാമ്പിൾ ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിവിടെ എഴുതിയത് എന്താ? ഒരു SN2 മെക്കാനിസത്തിന്റെ എക്സാമ്പിൾ ആണ്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. നോക്കിക്കോടാ, SN2 മെക്കാനിസത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ പോയിന്റ് അതൊരു സിംഗിൾ സ്റ്റെപ്പ് മെക്കാനിസമാണ്. ഇനി മക്കളെ, രണ്ടാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ബോണ്ട് ബ്രേക്കിങ്ങും മേക്കിങ്ങും ഒരേ സമയത്താണ് നടക്കുക. ബോണ്ട് മക്കളെ ശ്രദ്ധിക്കണേ, ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് takes place simultaneously. ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതും ബോണ്ട് മേക്ക് ചെയ്യുന്നതും ഒരേ സമയം നടക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു പോയിന്റാ. മൂന്നാമത്തെ പോയിന്റ്, ദർ ഇസ് നോ ഇന്റർമീഡിയറ്റ്. എടാ ഇന്റർമീഡിയറ്റ് ഉണ്ടോ? ഇത് ഇന്റർമീഡിയറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. കാർബോകാറ്റയോണോ കാർബാനയോണോ ഫ്രീ റാഡിക്കലോ ഒക്കെ ഉണ്ടോ അവിടെ? ഇല്ല. ദർ ഇസ് നോ ഇന്റർമീഡിയറ്റ്. ഇനി മക്കളെ നാലാമത്തെ എന്താ അറിയോ? മോളിക്കുലാരിറ്റി എത്രയാ? പറയേണ്ട കാര്യം പോലുമില്ല. ഹെഡിങ്ങിലില്ലേ? മോളിക്കുലാരിറ്റി 2 ആണ്. അല്ലെങ്കിൽ ഇത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറയാം. മോളിക്കുലാരിറ്റി 2 ആണെന്ന് പറയുന്നതിന് പകരം അതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി മക്കളെ അഞ്ചാമത്തെ ഒരു പോയിന്റും കൂടെ ഞാൻ പറയട്ടെ. എന്താണെന്നറിയോ അത്? ഇതൊന്ന് നോക്ക്. കാർബണിന്റെ ലെഫ്റ്റ് സൈഡിൽ ഹൈഡ്രജനും റൈറ്റ് സൈഡിൽ ന്യൂക്ലിയോഫൈലും അല്ലേ കാണുന്നത്? എന്നാൽ പ്രോഡക്റ്റ് നോക്ക്. ലെഫ്റ്റ് സൈഡിലുള്ള ഹൈഡ്രജൻ റൈറ്റ് സൈഡിലേക്ക് എത്തി, ന്യൂക്ലിയോഫൈൽ ലെഫ്റ്റ് സൈഡിലാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിന്നിരുന്ന മോളിക്യൂള് റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നിന്നു എന്നല്ലേടാ അതിൻ്റെ അർത്ഥം? അത് തന്നെ അതിൻ്റെ അർത്ഥം. അതിന് ഇൻവേർഷൻ എന്നാ പറയാ. അപ്പൊ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? ഇൻവേർഷൻ ടേക്സ് പ്ലേസ്. എന്ത് നടക്കുന്നുണ്ടടാ? ഇൻവേർഷൻ നടക്കുന്നുണ്ട്. ഇത് ഈ 5 പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റാ. ഒന്ന്, SN2 മെക്കാനിസം ഒരു സിംഗിൾ സ്റ്റെപ്പ് മെക്കാനിസം ആണ്. ബോണ്ട് ബ്രേക്കിങ്ങും മേക്കിങ്ങും ഒരേ സമയം നടക്കുന്ന പ്രോസസ്സാണ് അവിടെ. മൂന്നാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റാ, ഇന്റർമീഡിയറ്റ് ഇല്ല. എന്നാൽ മോളിക്കുലാരിറ്റി എന്താ? 2 ആണ്. അല്ലെങ്കിൽ അത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇൻവേർഷൻ നടക്കുന്നുണ്ട്. 5 പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റാ മക്കളെ. ഈ 5 പോയിന്റിന്റെ കൂടെ ഒരു പോയിന്റും കൂടെ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അത് മറ്റൊന്നുമല്ല, ഈ SN2 മെക്കാനിസത്തിന്റെ ഓർഡർ ആണടാ. എന്താണ് SN2 മെക്കാനിസത്തിന്റെ ഓർഡർ വരുന്നത്? അത് പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷറിയ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ആണ്. ഈ ഓർഡറിലാണ് SN2 മെക്കാനിസം നടക്കുക എന്നുള്ളത് മക്കളെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പൊ നോക്കൂ മക്കളെ, ഇത് SN2 മെക്കാനിസത്തിന്റെ എക്സാമ്പിൾ ആണ്. എന്താണ് SN2 മെക്കാനിസം എന്നൊരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾ എഴുതേണ്ടതുണ്ട്. ഈ 5 പോയിന്റുകൾ നിങ്ങൾ മക്കളെ പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ഓർഡറും നിങ്ങൾ മനസ്സിൽ വെക്കണം. ഒരു പ്രൈമറി ഹാലോ ആൽക്കെയിൻ തന്ന് അതിൽ ഏത് മെക്കാനിസം പ്രകാരമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കേണ്ടതില്ല, അത് SN2 മെക്കാനിസം തന്നെയായിരിക്കും. കാരണം ഈ ഓർഡർ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പൊ SN2മായി ബന്ധപ്പെട്ട് നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഈ ഐഡിയകൾ വെച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും, മാർക്ക് വാങ്ങാൻ പറ്റും, ഒരു സംശയവും വേണ്ട. അപ്പൊ ഇതാണ് ആദ്യത്തെ മെക്കാനിസം. SN2 മെക്കാനിസത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത്. എന്നാൽ അടുത്ത മെക്കാനിസം ഏതാടാ? അത് SN1 മെക്കാനിസം ആണ്. SN1 മെക്കാനിസം. അപ്പൊ രണ്ടാമത്തെ മെക്കാനിസം ഏതാ? അത് SN1 ആണ്. എസ് നേരത്തെ പറഞ്ഞ പോലെ സബ്സ്റ്റിറ്റ്യൂഷൻ, N നേരത്തെ പറഞ്ഞ പോലെ ന്യൂക്ലിയോഫിലിക്, 1 ബൈമോളിക്കുലാർ എന്നുള്ളത് യൂണിമോളിക്കുലാർ. മോളിക്കുലാരിറ്റി 2 അല്ല, മോളിക്കുലാരിറ്റി 1 ആണ് എന്നർത്ഥം. ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിൾ എടുക്കാം. നോക്കടാ, കാർബണിന്റെ കൂടെ ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെയും ഒരു CH3 ഉണ്ട്, ഇവിടെയും ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു Cl ഉണ്ട്. നേരത്തെ എടുത്തതേ
ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡാ. കാരണം എന്താ, ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് ഈ കാർബൺ വേറെ ഒരു കാർബണുമായും ബോണ്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത ഈ കാർബൺ വേറെ 3 കാർബണുമായി ബോണ്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് ടെർഷ്യറി ഹാലോ ആൽക്കെയിൻ ആണ്. ഓക്കെ, ഈ SN1ന്റെ പ്രത്യേകത എന്താ അറിയോ, അവിടെ 2 സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടക്കുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ ന്യൂക്ലിയോഫൈൽ എഴുതേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഹാലോ ആൽക്കെയിൻ മാത്രം മതി. കാരണം എന്താണെന്ന് അറിയോടാ, അവിടെ ബോണ്ട് ബ്രേക്കിംഗ് മാത്രം നടക്കുക. ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ആവും. എങ്ങനെ ബ്രേക്ക് ആവുക? ഹെറ്ററോളിസിസ് വഴിയാ ബ്രേക്ക് ആവുക. എന്താ ഹെറ്ററോളിസിസ് എന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള 2 ഇലക്ട്രോണിനെയും മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയ ആറ്റം കൊണ്ടുപോകുന്നതാണ്. അത് ക്ലോറിൻ അല്ലേ മോർ ഇലക്ട്രോ നെഗറ്റീവ്, അയാൾ ആ ഇലക്ട്രോൺ പെയറുകളെ കൊണ്ടുപോയി. അപ്പൊ അയാൾക്ക് നെഗറ്റീവ് കിട്ടും, ഇയാൾക്ക് പോസിറ്റീവ് കിട്ടും. സോ ഈ കാർബണിന്റെ കൂടെ എന്താണ് ഉള്ളത്? 3 CH3 ഉണ്ട്, 3 CH3 ഉണ്ട്, 3 CH3. അപ്പൊ ഇതൊരു കാർബോകാറ്റയോണാ. പ്ലസ് എന്താടാ? Cl മൈനസ്, പ്ലസ് Cl മൈനസ്. ഗോട്ട് ഇറ്റ്? യെസ്. അപ്പൊ ഇവിടെ ഒരു ടെർഷ്യറി കാർബോകാറ്റയോൺ ഉണ്ട്, ഒരു ഇന്റർമീഡിയറ്റ് അവിടെ ഉണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ, ആ കാർബോകാറ്റയോൺ നിങ്ങൾ എടുക്ക്. ടെർഷ്യറി ആണ് ഇവിടെ കിട്ടിയത്. ഓക്കേടാ, കാർബോകാറ്റയോൺ കിട്ടി. രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് നിങ്ങൾ ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് സംഭവിക്കുക? അപ്പൊ നേരത്തെ സംഭവിച്ചത് എന്താ? നേരത്തെ സംഭവിച്ച് ഇങ്ങനെ നിന്ന ആള് റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നിന്നില്ലേ, ഇൻവേർഷൻ നടന്നില്ലേ. എന്നാൽ ഇവിടെ എന്താ അറിയാ നടക്കുക, ഇങ്ങനെ തന്നെ നിൽക്കുന്ന പ്രൊഡക്റ്റും കിട്ടും, തിരിഞ്ഞു നിൽക്കുന്ന പ്രൊഡക്റ്റും, 2 രൂപത്തിലുള്ള പ്രോഡക്റ്റും നമുക്ക് കിട്ടും. ഇൻവേർഷനുമുണ്ട്, റീടെൻഷനുമുണ്ട്. എന്താ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ? ഇത് തിരിഞ്ഞു നിൽക്കുന്നത്. തിരിഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തിരിഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ CH3s ഒക്കെ ഇങ്ങോട്ടേക്ക് വരും. തിരിഞ്ഞു നിൽക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് കിട്ടി. അതേസമയം അതേപോലെ നിൽക്കുന്ന പ്രൊഡക്റ്റും കിട്ടും. എന്ന് പറഞ്ഞാൽ ഇവിടെ OH വന്നിട്ട് ഇവിടെ CH3, 2 തരം പ്രൊഡക്റ്റ് കിട്ടും. മക്കളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, ഇവിടെ സർ ഒന്നല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെ 2 പ്രൊഡക്റ്റ് കിട്ടിയെന്നൊന്നും ആലോചിക്കരുത്. ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ ഒന്നും അല്ല എഴുതിയത്. ഇവിടെ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണോ ഹാലോ ആൽക്കെയിൻ ആദ്യം നിന്നിരുന്നത് അതേപോലെയുള്ള പ്രോഡക്റ്റും കിട്ടുന്നുണ്ട്, തിരിഞ്ഞു നിൽക്കുന്ന പ്രൊഡക്റ്റും കിട്ടുന്നുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് ഇതിവിടെ ഇങ്ങനെ എഴുതിയത് എന്ന കാര്യമാണ് മക്കൾ മനസ്സിലാക്കേണ്ടത്. ഗോട്ട് ഇറ്റ്? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോടാ? ഈ എക്സാമ്പിൾ പഠിക്കൽ നിർബന്ധമാണ്. ഈ എക്സാമ്പിൾ പഠിക്കൽ നിർബന്ധം. വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അത് എക്സാമിന് ചോദിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി നോക്ക്, ഇതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഒന്നാമത്തെ പോയിന്റ് എന്താ? ഇത് സിംഗിൾ സ്റ്റെപ്പ് ആണോ? അല്ലടാ മക്കളെ, നിങ്ങൾക്കറിയാം ഇത് 2 സ്റ്റെപ്പ് മെക്കാനിസമാണ്. ഇത് 2 സ്റ്റെപ്പ് മെക്കാനിസമാണ്. ഇനി രണ്ടാമത്തത്, ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക? ബോണ്ട് ബ്രേക്കിംഗ് ആണ്. ബോണ്ട് ബ്രേക്കിംഗ് ഇൻ ഫസ്റ്റ് സ്റ്റെപ്പ്. ബോണ്ട് ബ്രേക്കിംഗ് ഇൻ ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് മേക്കിംഗ് ഇൻ സെക്കൻഡ് സ്റ്റെപ്പ്. മേക്കിംഗ് ഇൻ സെക്കൻഡ് സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പിൽ ബോണ്ട് ബ്രേക്ക് ചെയ്തു, രണ്ടാമത്തെ സ്റ്റെപ്പിൽ മേക്ക് ചെയ്തു. നേരത്തെ എങ്ങനെയാ? നേരത്തെ സൈമൾട്ടേനിയസ് ആയിട്ടല്ലേ നടന്നത്, ഒരുമിച്ചല്ലേ നടന്നത്. ഇവിടെ അങ്ങനെയല്ല. നേരത്തെ സിംഗിൾ സ്റ്റെപ്പാണ്, ഇവിടെ 2 സ്റ്റെപ്പാണ്. നേരത്തെ ബ്രേക്കിങ്ങും മേക്കിങ്ങും ഒരുമിച്ചാണ്, ഇവിടെ ബ്രേക്കിംഗ് ഫസ്റ്റ് സ്റ്റെപ്പില്, മേക്കിംഗ് സെക്കൻഡ് സ്റ്റെപ്പിലാണ്. ഇനി മക്കളെ, മൂന്നാമത്തെ പോയിന്റ്, ദർ ഇസ് നോ ഇന്റർമീഡിയറ്റ്. അവിടെ ഇന്റർമീഡിയറ്റ് ഇല്ല എന്നാ നേരത്തെ പറഞ്ഞത് അല്ലേ? നോ ഇന്റർമീഡിയറ്റ്. ഇവിടെ നല്ലൊരു കാർബോകാറ്റയോൺ ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഉണ്ട്. അപ്പൊ എന്താ പറയേണ്ടത്? ഇന്റർമീഡിയറ്റ് പ്രസന്റ് ആണ് എന്ന് പറയണം. എന്താടാ പറയേണ്ടത്? ഇന്റർമീഡിയറ്റ് പ്രസന്റാ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെടാ, നേരത്തെ പറഞ്ഞത് മോളിക്കുലാരിറ്റി 2 ആണെന്നാ. ഇത് മോളിക്കുലാരിറ്റി 2 ആണോ? അല്ല, പേരിൽ തന്നെയുണ്ട് യൂണിമോളിക്കുലാർ. സോ മോളിക്കുലാരിറ്റി എന്താ? മോളിക്കുലാരിറ്റി എന്താടാ? മോളിക്കുലാരിറ്റി ഈക്വൽ ടു 1 അഥവാ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ അല്ല, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. മോളിക്കുലാരിറ്റി 2 ആണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ്, ഇൻവേർഷൻ നടക്കുന്നുണ്ട് എന്നല്ലടാ നേരത്തെ പറഞ്ഞത്. ഇവിടെ ഇൻവേർഷൻ ഉണ്ട്.
ഇൻവേർഷൻ ഉണ്ട്, അതേപോലെ റീടെൻഷനും ഉണ്ട്. ഇൻവേർഷനും നടക്കുന്നുണ്ട്, റീടെൻഷനും നടക്കുന്നുണ്ട്. അതേപോലെയുള്ള പ്രൊഡക്റ്റും കിട്ടുന്നുണ്ട്, തിരിഞ്ഞു നിൽക്കുന്ന പ്രൊഡക്റ്റും കിട്ടുന്നുണ്ട്. ഇൻവേർഷനും ഉണ്ട്, റീടെൻഷനും ഉണ്ട് എന്നുള്ളതാണ്. ഇതിന് വേണമെങ്കിൽ റെസിമൈസേഷൻ എന്ന് പറയാം. റെസിമൈസേഷൻ നടക്കുന്നുണ്ട് എന്ന് പറയാം. SN2-ൽ ഇൻവേർഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇൻവേർഷനും ഉണ്ട്, റിട്ടൻഷനും ഉണ്ട്, അഥവാ റെസിമൈസേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മക്കളെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. അപ്പൊ മക്കളെ നമ്മൾ SN1 മെക്കാനിസവുമായി ബന്ധപ്പെട്ട് 5 പോയിന്റുകൾ നമ്മൾ ഇവിടെ പറഞ്ഞു. ഇനി എന്താണ് ആവശ്യമുള്ളത്? അതിന്റെ ഓർഡർ വേണം. നേരത്തെ നമ്മൾ SN2 മെക്കാനിസത്തിന്റെ ഓർഡർ പറഞ്ഞില്ലേ? എന്താണ് ഓർഡർ? പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷറി. ആ ഓർഡർ അല്ലടാ ഇവിടെയുള്ള ഓർഡർ. ഇവിടെ SN1ന്റെ ഓർഡർ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്, മറന്നു കളയരുത്. അത് ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ്. ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ്, മറന്നു കളയരുതേ മക്കളെ. അപ്പോ എന്താ നമ്മൾ പഠിച്ചത്? SN2 മെക്കാനിസത്തിന്റെ എക്സാമ്പിള് പഠിച്ചു. അതിന്റെ 5 പോയിന്റുകൾ പഠിച്ചു. 2 സ്റ്റെപ്പാണ്. ബ്രേക്കിംഗ് ആദ്യത്തെ സ്റ്റെപ്പിലാണ്, മേക്കിംഗ് രണ്ടാമത്തെ സ്റ്റെപ്പിലാണ്. ഇവിടെ ഇന്റർമീഡിയറ്റ് ഉണ്ട്. ഇവിടെ മോളിക്കുലാരിറ്റി 1 ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇൻവേർഷനും ഉണ്ട്, റിട്ടൻഷനും ഉണ്ട്. ഓർഡർ എന്താടാ? ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി എന്നുള്ളതാണ്. മറന്നു കളയരുതേ മക്കളെ, ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ SN1-മായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്താൻ പറ്റും, ഒരു സംശയവും വേണ്ട. ഇനി മക്കളെ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. SN1-ന്റെയും SN2-ന്റെയും ഡിഫറൻസ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ 5 പോയിന്റ് പറഞ്ഞു, ഇപ്പൊ വീണ്ടും 5 പോയിന്റ് പറഞ്ഞു അല്ലേ? സിമ്പിളാണ്. അത് 2 കോളത്തിൽ എഴുതിയാൽ അത് തന്നെയാ ഡിഫറൻസ്. അത് തന്നെയാ മക്കളെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 കോളമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നോട്ടിലേക്ക് എഴുതിയെടുത്ത് പഠിച്ചു എന്ന് മക്കളെ നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് എന്തായാലും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് SN1 SN2 അതിന്റെ ഡിഫറൻസ് ഒക്കെ പഠിച്ചു വെക്കുക. ഇനി നോക്ക് നിങ്ങൾ, give 2 difference between SN1 and SN2 reaction. SN1 റിയാക്ഷന്റെയും SN2 റിയാക്ഷന്റെയും 2 ഡിഫറൻസ്, നമുക്ക് 5 ഡിഫറൻസ് അറിയാം. ഇനി SN1 മെക്കാനിസം ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതും നമുക്കറിയാം. ഇനി അടുത്തത് എലിമിനേഷൻ റിയാക്ഷനാണ്. അപ്പൊ മക്കളെ ആദ്യത്തെ കെമിക്കൽ പ്രോപ്പർട്ടി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അടിപൊളിയായിട്ട് മക്കളെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഒരു സിമ്പിൾ അല്ലേ? എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയണം. അതിൽ KCN-ഉം AgCN-ഉം ആഡ് ചെയ്യുന്ന കാര്യം മറക്കരുത്. മെക്കാനിസം SN2 SN1 വിത്ത് എക്സാമ്പിൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണം. അതിന്റെ ഡിഫറൻസ് കൃത്യമായിട്ട് പഠിക്കണം. ഗോട്ട് ഇറ്റ്? ക്ലിയർ അല്ലേ മക്കളെ? യെസ്. ഇനി മക്കളെ നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എലിമിനേഷൻ റിയാക്ഷനാ. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാ, പക്ഷെ എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. നന്നായി ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക, CH3CH2Cl. ഇതിന്റെ പേരെന്താടാ? പേര് ക്ലോറോ ഈത്തൈനാ. എല്ലാവർക്കും അറിയാം, ക്ലോറോ ഈത്തൈൻ ആണ്. ക്ലോറോ ഈത്തൈൻ. ഇതിനെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഇതിനെ ഞാൻ ആൽക്കഹോളിക് KOH-ഉമായിട്ട് ട്രീറ്റ് ചെയ്യുക. ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്? ആൽക്കഹോളിക് KOH-ഉമായിട്ട് ട്രീറ്റ് ചെയ്യുക. അക്വസ് പറ്റില്ല കേട്ടോടാ. അക്വസ് എടുത്തിട്ട് കാര്യമില്ല. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് തന്നെ എടുക്കണം. അപ്പൊ എന്താ സംഭവിക്കാന്ന് അറിയോടാ? അപ്പൊ സംഭവിക്കുന്നത് വളരെ സിമ്പിളാ. ഇതല്ലേ ക്ലോറിൻ അല്ലേ ഫങ്ഷണൽ ഗ്രൂപ്പ്? അത് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്ത കാർബൺ ആൽഫ കാർബൺ, അതിന്റെ തൊട്ടടുത്തുള്ള കാർബൺ ബീറ്റ കാർബൺ ആണല്ലോ. ആൽഫ കാർബണിന്റെ കൂടെയുള്ള ഹൈഡ്രജൻ ആൽഫ ഹൈഡ്രജൻ, ബീറ്റന്റെ കൂടെയുള്ള ഹൈഡ്രജൻ ബീറ്റ ഹൈഡ്രജൻ. ഇതൊക്കെ നമുക്ക് അറിയുന്നതാ. അപ്പോൾ ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് KOH-ഉമായി ട്രീറ്റ് ചെയ്താൽ എന്താ മക്കളെ സംഭവിക്കാന്നറിയോ? ആൽഫ കാർബണിൽ നിന്ന് ഹാലോജൻ റിമൂവ് ചെയ്തു പോവും, അഥവാ ഇവിടെ ക്ലോറിൻ റിമൂവ് ചെയ്തു പോവും. ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജനും റിമൂവ് ചെയ്തു പോവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആൽഫ കാർബണിൽ നിന്ന് ഹാലോജൻ പോയി, ബീറ്റയിൽ നിന്ന് ഹൈഡ്രജനും പോയി. അപ്പൊ എന്താ പ്രോഡക്റ്റ് വരിക? CH3 എന്നുള്ളത് CH2 ആവില്ലേ? ഈ കാർബണിന് ഒരു ആറ്റത്തെ നഷ്ടപ്പെട്ടു, ഈ കാർബണിന് ഒരു ആറ്റത്തെ നഷ്ടപ്പെട്ടു. അപ്പൊ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. CH2 ഡബിൾ ബോണ്ട്
CH2. 2 കാർബൺ, റൂട്ട് വേർഡ് എത്താണ്, ENE, എത്തീൻ എന്ന് പറയാം. ഓക്കെ, ബൈ പ്രൊഡക്റ്റ് എന്താടാ? എച്ചും സിഎലും കമ്പൈൻ ചെയ്ത് HCl അല്ല, ഇവിടെയുള്ള H ഇവിടെയുള്ള ആ എച്ചുമായി കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാവും. ബൈ പ്രൊഡക്റ്റ് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, മെയിൻ പ്രൊഡക്റ്റ് നോക്കിയാൽ മതി. ഇനി ഇവിടെയുള്ള ക്ലോറിൻ പൊട്ടാസ്യവുമായി കമ്പൈൻ ചെയ്ത് പൊട്ടാസ്യം ക്ലോറൈഡും ഉണ്ടാവും. Got it? ഇതാണ് എലിമിനേഷൻ റിയാക്ഷൻ. ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് KOHുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ ആൽഫ കാർബണിൽ നിന്ന് ഹാലോജനും ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജനും എലിമിനേറ്റ് ചെയ്തു പോകുന്നുണ്ട്. ഈ റിയാക്ഷന്റെ പേര് എലിമിനേഷൻ റിയാക്ഷൻ. അതിന്റെ പ്രോഡക്റ്റ് എന്താടാ? പ്രോഡക്റ്റ് ഒരു ആൽക്കീന. ഇനി മക്കളെ ഒരു കാര്യമുണ്ട്, 2 കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഒന്ന്, ഈ ഹാലോ ആൽക്കെയിനെ കുറിച്ച് പറയുമ്പോൾ അയാളുടെ കാര്യം കഷ്ടമാണ്. കാരണം എന്താ? അയാൾക്ക് 2 ആളുകളെ നഷ്ടപ്പെട്ടു. 1 ഹൈഡ്രജനെ നഷ്ടപ്പെട്ടു, 2 ഹാലോജനെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ റിയാക്ഷനെ നമ്മൾ ഇങ്ങനെ വിളിക്കാറുണ്ട്, ഡീഹൈഡ്രോ ഹാലോജനേഷൻ. ഡീഹൈഡ്രോ ഹാലോജനേഷൻ. എന്താണ് ഡീഹൈഡ്രോ ഹാലോജനേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഡീഹൈഡ്രോ ഹാലോജനേഷൻ എന്ന് പറഞ്ഞാൽ? ഇവിടുന്ന് ഹൈഡ്രജനും ഇവിടുന്ന് ഹാലോജനും എലിമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇനി വേറൊരു കാര്യമുണ്ട്, ആൽഫ കാർബണിലും ഹൈഡ്രജൻ ഉണ്ട്, ബീറ്റ കാർബണിലും ഹൈഡ്രജൻ ഉണ്ട്. പക്ഷെ എലിമിനേറ്റ് ചെയ്തു പോയത് ഏത് ഹൈഡ്രജനാ? ബീറ്റ ഹൈഡ്രജൻ അല്ലേ, ബീറ്റ കാർബൺ എന്നല്ലേ പോയത്? ആണ്. അതുകൊണ്ട് ഈ റിയാക്ഷൻ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ, ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയാറുണ്ട്. ഇത് രണ്ടും ഇതുമായിട്ട് കണക്ട് ചെയ്ത് വെക്കേണ്ടതാണ്. Got it? ഇനി മക്കളെ ഒരു കാര്യമുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. ഇവിടുന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഇമ്പോർട്ടൻ്റാ. നോക്കിക്കോ, ഞാൻ എഴുതുന്നത് എന്താ? CH3 CHBr CH2 CH2 CH3. ആരാടാ ഇത്? ഇത് 2-ബ്രോമോ പെൻറ്റെയ്ൻ ആണ്. 2-ബ്രോമോ പെൻറ്റെയ്ൻ ആണ്. ഇതിനെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ മക്കളെ? ഇതിനെ ഞാൻ ആൽക്കഹോളിക് KOHുമായിട്ട് ട്രീറ്റ് ചെയ്യുക, ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായി ട്രീറ്റ് ചെയ്യുക. അപ്പൊ എന്താണ് സംഭവിക്കുക എന്നുള്ളതാ ക്വസ്റ്റ്യൻ. വെരി സിമ്പിളാ. പക്ഷെ ഒരു കാര്യം അവിടെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. എന്താണെന്നറിയോ? ഇതല്ലേ ഫങ്ഷണൽ ഗ്രൂപ്പ്, ബ്രോമിൻ അല്ലേ ഫങ്ഷണൽ ഗ്രൂപ്പ്. ആ ബ്രോമിൻ ഡയറക്റ്റ് ആയിട്ട് ബോണ്ട് ചെയ്തത് ആൽഫ കാർബൺ ആറ്റത്തിലേക്കാണ്. ആൽഫയുടെ തൊട്ടടുത്തുള്ള കാർബൺ ആറ്റമാണ് ബീറ്റ. ആൽഫയുടെ തൊട്ടടുത്തത് എന്ന് പറയുമ്പോൾ ഇതും തൊട്ടടുത്തുള്ള ബീറ്റയാണ്, ഇതും തൊട്ടടുത്തുള്ള ബീറ്റയാ. നമുക്കറിയാം ആൽഫയിൽ നിന്ന് ഹാലോജൻ എന്ന് പറഞ്ഞാൽ ഈ ബ്രോമിൻ പോവും. പക്ഷെ ബീറ്റയിൽ നിന്ന് ഹൈഡ്രജൻ, ഈ ബീറ്റയിൽ നിന്നാണോ ഹൈഡ്രജൻ പോവുക, ഈ ബീറ്റയിൽ നിന്നാണോ ഹൈഡ്രജൻ പോവുക എന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അവിടെ ബാക്കിയാവുന്നുണ്ട്. എന്താണ് ഉത്തരം? ഉത്തരം സിമ്പിളാ. എലിമിനേഷൻ റിയാക്ഷനിൽ 2 ബീറ്റ വന്നാൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു റൂൾ ഉണ്ട്. ആ റൂളിന്റെ പേര് സെയ്റ്റ്സഫ് റൂൾ എന്നാണ്. എന്താണ് ആ റൂളിന്റെ പേര്? സെയ്റ്റ്സഫ് റൂൾ. ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റൂള്. വളരെ ഇമ്പോർട്ടൻറ്റ് റൂളാണ് സെയ്റ്റ്സഫ് റൂള്. ഇത് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഒരു എലിമിനേഷൻ റിയാക്ഷനിൽ 2 ബീറ്റ വന്നാൽ ഏത് ബീറ്റയിൽ നിന്ന് ആ ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യാന്നറിയോ? ഒരു ജസ്റ്റ് ഐഡിയ പ്രകാരം പറഞ്ഞാൽ ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിൽ നിന്നാണ് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുക. നോക്ക്, ഈ കാർബണിന്റെ കൂടെ 3 ഹൈഡ്രജൻ ഉണ്ട്, ഈ കാർബണിന്റെ കൂടെ 2 ഹൈഡ്രജനാണ് ഉള്ളത്. ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിൽ നിന്നാണ് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ കൂടുതൽ ആൽക്കൈൽ രൂപം കിട്ടുന്ന രൂപത്തിലാണ് എലിമിനേഷൻ നടക്കുക എന്നൊക്കെ പറയാം. സിംപിളി മനസ്സിലാക്കാൻ, ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ നിന്നാണ് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ ഈ കാർബണിൽ നിന്ന് ബ്രോമിൻ പോയി, ആൽഫയിൽ നിന്ന് ബ്രോമിൻ പോയി, ഈ ബീറ്റ കാർബൺ ഹൈഡ്രജൻ പോയി. അപ്പൊ ഈ 2 കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. സോ നമ്മുടെ പ്രോഡക്റ്റ് എന്താണ് വരിക? നമ്മുടെ പ്രൊഡക്റ്റ് എന്താ വരിക? CH3 എന്തോ വ്യത്യാസമുണ്ടോ? ഇല്ല. CH സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആവും. CH സിംഗിൾ ബോണ്ട് CH2 CH3. ഏതാണ് മേജർ പ്രൊഡക്റ്റ്? മേജർ പ്രൊഡക്റ്റ് പ്രൊപ്പ് 2 ആണ്. പ്രൊപ്പ് 2 ആണ്. സോറി പ്രൊപ്പല്ല, പെൻഡ്. 5 കാർബൺ ഇല്ലേ? എന്താ ഞാൻ പറയുന്നത്? എന്താടാ? പെൻഡ് 2 ഗോട്ട് ഇറ്റ്? പെൻഡ് 2 ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രൊഡക്റ്റ്, അതായത് ഇവിടെ ഉള്ള ഹൈഡ്രജനിൽ നിന്ന്
കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോകുന്നതിന് പകരം ആദ്യത്തെ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോയാൽ എന്താ ഉണ്ടാവുക? ഇവിടെ ഈ 2 കാർബണിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് വരിക. അപ്പൊ പെന്റ് 1 ഉണ്ടാവുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ? ഈ പെന്റ് 2 മേജർ പ്രൊഡക്റ്റ്. പെന്റ് 2 മേജർ പ്രൊഡക്റ്റ്. പെന്റ് 3 മൈനർ പ്രൊഡക്റ്റാ. എന്തുകൊണ്ട് എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. അതിന്റെ ഉത്തരം ഒരു എലിമിനേഷൻ റിയാക്ഷനിൽ 2 ബീറ്റ വരുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂളിന്റെ പേര് സെയ്റ്റ്സഫ് റൂള് എന്നാണ്. ആ റൂൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് പെന്റ് 2 മേജർ പ്രൊഡക്റ്റ് ആയത്, പെന്റ് 1 മൈനർ പ്രൊഡക്റ്റ് ആയത് എന്ന. മൈനർ പൊതുവെ നമ്മൾ എഴുതാറില്ല. എന്നാലും അവിടെ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നുണ്ട് എന്ന കാര്യം മക്കളെ നിങ്ങൾ മറന്നു കളയേണ്ടതല്ല, അത് ഓർത്തു വെക്കേണ്ടത് തന്നെയാണ് എന്നത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗോട്ട് ഇറ്റ് മക്കളെ? ക്ലിയർ അല്ലേ പറഞ്ഞത്? ഐഡിയ ക്ലിയർ അല്ലേടാ? യെസ്. അപ്പോ എന്താ പറയാ, ഇത് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇത് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക. ഗോട്ട് ഇറ്റ്? യെസ്. അപ്പോൾ എലിമിനേഷൻ റിയാക്ഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇത് തന്ന് ആൽക്കഹോളിക് ചെന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുമ്പോൾ പ്രൊഡക്റ്റ് എഴുതാൻ കഴിയണം. 2 ബീറ്റ വന്നാൽ സെയ്റ്റ്സഫ് റൂൾ അപ്ലൈ ചെയ്യണം എന്ന കാര്യം മറന്നു പോവരുത്. ഇതാണ് 2ാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി, എലിമിനേഷൻ റിയാക്ഷൻ. ഇനി നോക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഈസ് ദ മേജർ പ്രോഡക്റ്റ് ഏതാ? വെൻ 2-bromopentane is heated with alcoholic solution of potassium hydroxide. നോക്ക് 2-bromopentane alcoholic solution of potassium hydroxide ഹീറ്റ് ചെയ്യുമ്പോൾ ഏതാ മേജർ പ്രൊഡക്റ്റ്? പെന്റ് 2. കാരണം എന്താ? നോക്ക്, ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. നെയിം ആൻഡ് സ്റ്റേറ്റ് ദ റൂൾ. ഏത് റൂള് പ്രകാരമാണ് അത് കിട്ടിയത്? ആ റൂളിന്റെ പേരാണ് സെയ്റ്റ്സഫ് റൂൾ. മറന്നു കളയരുതേ. ഞാൻ സെയ്റ്റ്സഫ് എന്നല്ല എഴുതിയത്. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ Z കൊടുത്തും വേണമെങ്കിൽ എഴുതാം കേട്ടോ. സെയ്റ്റ്സഫ് എന്ന് എഴുതാം. ഇങ്ങനെ വന്നാലും ആ സാധനം തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. എന്താ? ഡ്യൂറിങ് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ ഓഫ് 2-bromopentane. സെയിം ക്വസ്റ്റ്യൻ, നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആട്ടോ. 2-bromopentane in alcoholic solution of potassium hydroxide results pent 2 as major product and pent 1 is the minor product. കാരണം എന്താ? സെയ്റ്റ്സഫ് റൂൾ ആണ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ മക്കൾ പഠിച്ച പോലെ എലിമിനേഷൻ റിയാക്ഷനും നീറ്റായിട്ട് അടിപൊളിയായിട്ട് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാട്ടോ അത്. യെസ്. ഇനി നോക്കടാ, എന്താ പറയാ, സ്റ്റേറ്റ് സെയ്റ്റ്സഫ് റൂൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ മേജർ പ്രൊഡക്റ്റ് ആൻഡ് മൈനർ പ്രൊഡക്റ്റ് വെൻ ഒബ്റ്റൈൻഡ് ഇൻ ദ റിയാക്ഷൻ ബിറ്റ്വീൻ 2-bromobutane. സെയിം സംഭവം നിങ്ങൾക്ക് എഴുതാം. 2 ബീറ്റ വരുമ്പോൾ സെയ്റ്റ്സഫ് റൂൾ അപ്ലൈ ചെയ്ത് പ്രൊഡക്റ്റ് ചെയ്താവുന്നതേ ഉള്ളൂ. ഇനി മക്കളെ, റിയാക്ഷൻ വിത്ത് മെറ്റൽസ്, 3ാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് വരികയാണ്. റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. റിയാക്ഷൻ വിത്ത് മെറ്റൽസ് പറയുമ്പോൾ 2 മെറ്റൽസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതെന്താ? ആദ്യത്തത് റിയാക്ഷൻ വിത്ത് മെഗ്നീഷ്യം ആണ്. റിയാക്ഷൻ വിത്ത് മെഗ്നീഷ്യം നന്നായിട്ട് പഠിക്കേണ്ട ഒരു സാധനം. നോക്കണേ നിങ്ങൾ, ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുത്തു, CH3Cl, ക്ലോറോമിത്തൈൻ ആണ്. അതിനെ ഞാൻ മെഗ്നീഷ്യവുമായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോടാ? ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുക. ഞാൻ ആൽക്കൈൽ ഹാലൈഡിനെ മെഗ്നീഷ്യം മെറ്റലുമായി ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ മെഗ്നീഷ്യം നേരെ വന്ന് ഇവരുടെ മിഡിൽ അങ്ങിരിക്കും. എന്ന് പറഞ്ഞാൽ CH3MgCl, CH3MgCl. ഗോട്ട് ഇറ്റ്? ഇയാളെ വിളിക്കുന്ന പേരെന്താ അറിയോ? ഇതിന്റെ ജനറൽ ഫോർമുലയൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. CH3 എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ്, മെഗ്നീഷ്യം മെറ്റൽ തന്നെ. ഈ ക്ലോറിന് പകരം ഏതൊരു ഹാലജനും ആവാം. ഇയാളെ വിളിക്കുന്ന പേരെന്താന്ന് അറിയോടാ? ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്. ഇതാരാടാ? ഇത് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്. ഏത് റിയേജന്റ് ആടാ? ഗ്രിഗ്നാർഡ് റിയേജന്റാ. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ പ്രിപ്പറേഷൻ മക്കളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് ഒരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആണ്. കാർബൺ നേരിട്ട് മെറ്റലുമായിട്ട് ബോണ്ട് ചെയ്യുന്ന മറ്റൊരു കോമ്പൗണ്ട് നമുക്ക് പഠിക്കാനില്ല. അത്തരം കോമ്പൗണ്ടുകളെയാണ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുക. ഗ്രിഗ്നാർഡ് റിയേജന്റ് ഒരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആണെന്ന് മക്കൾ പഠിക്കുന്നത് നല്ലതാണ്. ആൽക്കൈൽ ഹാലൈഡിന് മെഗ്നീഷ്യവുമായി ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രിഗ്നാർഡ് റിയേജന്റ് കിട്ടും. ഇനി മക്കളെ, ആ ഗ്രിഗ്നാർഡ് റിയേജന്റിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കൂ, CH3MgCl അല്ലേ?
അതിന് നിങ്ങൾ ഡ്രൈ കണ്ടീഷനിൽ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ, ഡ്രൈ കണ്ടീഷനിൽ മാത്രമേ കീപ്പ് ചെയ്യാൻ പാടുള്ളൂ. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാ, എന്തുകൊണ്ടാണ് നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജന്റിനെ ഡ്രൈ കണ്ടീഷനിൽ മാത്രം കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്? അങ്ങനെ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അറ്റ്മോസ്ഫിയറിലുള്ള മോയിസ്ചറുമായിട്ട് റിയാക്ട് ചെയ്യും, അത് അറ്റ്മോസ്ഫിയറിലുള്ള മോയിസ്ചറുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്താ ഉണ്ടാവുക അറിയോടാ? എന്താ ഉണ്ടാവുക അറിയോ? സിമ്പിളാണ്. ഇവിടെയുള്ള ഒരു എച്ച് നേരെ ഈ CH3 അങ്ങ് പോകും. എന്നിട്ട് എന്താ ഉണ്ടാവുക എന്നറിയോ? ഈ CH3 CH4 ആയിട്ട് മാറും. ബൈ പ്രൊഡക്റ്റ് നോട്ട് ചെയ്യണമെന്നില്ല, അത് MgOHCl ആണ്. അത് നോട്ട് ചെയ്യണമെന്നില്ല. ഇവിടെ എന്താ കിട്ടിയത്? മീത്തേൻ എന്ന് പറയുന്ന ആൽക്കെയിൻ കിട്ടി. അപ്പൊ നമ്മുടെ പോയിന്റ് ഇതാണ്, ഗ്രിഗ്നാർഡ് റിയേജന്റിനെ നിങ്ങൾ ഡ്രൈ കണ്ടീഷനിൽ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അറ്റ്മോസ്ഫിയറിലുള്ള മോയിസ്ചറുമായിട്ട് റിയാക്ട് ചെയ്ത് ആൽക്കെയിൻ ഉണ്ടാവും. ആ ആൽക്കെയിൻ ഉണ്ടാവുന്നത് തടയാനാണ് അതിനെ ഡ്രൈ കണ്ടീഷനിൽ തന്നെ കീപ്പ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. മക്കളെ മറന്നു കളയരുതേ, ഡ്രൈ കണ്ടീഷനിൽ തന്നെ കീപ്പ് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താ? അല്ലെങ്കിൽ അത് മോയിസ്ചറുമായി റിയാക്ട് ചെയ്ത് ആൽക്കെയിനായി മാറുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ പ്രിപ്പറേഷൻ അറിയണം, ഇത് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണെന്ന് അറിയണം, ഈ ഡ്രൈ കണ്ടീഷനിൽ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നവും അറിയണം. ഇതാണ് റിയാക്ഷൻ വിത്ത് മെഗ്നീഷ്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി മക്കളെ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്, അടുത്ത എന്താണ് പഠിക്കാനുള്ളത്? അടുത്ത എന്താ? ആദ്യം നമ്മൾ റിയാക്ഷൻ വിത്ത് മെഗ്നീഷ്യ പറഞ്ഞത്, അടുത്തത് റിയാക്ഷൻ വിത്ത് സോഡിയം. മക്കളെ ഇവിടെ 3 പ്രധാനപ്പെട്ട റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. റിയാക്ഷൻ വിത്ത് സോഡിയത്തിൽ 3 പ്രധാനപ്പെട്ട റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. മക്കളെ ഏതൊക്കെയാണ് ആ 3 പ്രധാനപ്പെട്ട റിയാക്ഷൻസ്? അതിലൊന്ന് വൂഡ്സ് റിയാക്ഷൻ ആണ്, നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി മക്കളെ അതിൽ രണ്ടാമത്തത് എന്താണ്? ഫിറ്റിഗ് റിയാക്ഷൻ ആണ്. ഇനി മക്കളെ മൂന്നാമത്തത് എന്താ? അത് വൂഡ്സ് ഫിറ്റിഗ് റിയാക്ഷൻ ആണ്. ഓക്കെ, ഇത് 3ഉം നീറ്റായിട്ട് പഠിക്കണം. 1 വൂഡ്സ് റിയാക്ഷൻ, 2 ഫിറ്റിഗ് റിയാക്ഷൻ, 3 വൂഡ്സ് ഫിറ്റിഗ് റിയാക്ഷൻ. ഇത് 3 മക്കളെ എക്സാമിന് ചോദിക്കാറുണ്ട്. 3 നിർബന്ധമായി പഠിച്ചിരിക്കേണ്ടതുമാണ്. എന്താ വൂഡ്സ് റിയാക്ഷൻ? നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഞാൻ 2 ആൽക്കൈൽ ഹാലൈഡുകൾ എടുക്കുകയാണ്. നോക്കൂ, 2 CH3Cl, 2 CH3Cl എടുക്കുകയാണ്. ഓക്കെ, 2 എടുത്തു. ഇനിയിപ്പോൾ ഇങ്ങനെ എടുക്കുന്നതിന് പകരം നമുക്ക് ഒന്ന് ഭംഗിയായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ. ഒരു CH3Cl ഇങ്ങനെ എഴുതി, അടുത്ത് തിരിച്ചെഴുതി CH3. ഇത് 2 CH3Cl തന്നെയാ, ക്ലോറോമീഥൈൻ തന്നെയാ. ഇതിനെ നമ്മൾ 2 സോഡിയം മെറ്റലുമായി ട്രീറ്റ് ചെയ്യണം. മനസ്സിലാക്കേണ്ടത്, 2 ആൽക്കൈൽ ഹാലൈഡിനെ 2 സോഡിയം മെറ്റലുമായി ട്രീറ്റ് ചെയ്യണം. എങ്ങനെയാണെന്നറിയോ? ഡ്രൈ ഈത്തർ മീഡിയത്തിൽ. ഏത് മീഡിയത്തിലാണ്? ഡ്രൈ ഈത്തർ മീഡിയത്തിൽ. അപ്പൊ എന്താണ് സംഭവിക്കുക? 2 സോഡിയം 2 ക്ലോറിനുമായിട്ട് അങ്ങ് കമ്പൈൻ ചെയ്യും. അങ്ങനെ കമ്പൈൻ ചെയ്ത് 2 സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. എന്നിട്ടോ 2 CH3കൾ പരസ്പരം ജോയിൻ ചെയ്യപ്പെടും. 2 CH3കൾ പരസ്പരം ജോയിൻ ചെയ്യപ്പെടും. പ്ലസ് എന്താ? 2 NaCl. ദിസ് ഈസ് കോൾഡ് വൂഡ്സ് റിയാക്ഷൻ. പറയുമ്പോൾ 2 എന്നൊന്നും പറയണ്ട, എന്ത് പറഞ്ഞാൽ മതി എന്നറിയോ? ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം മെറ്റലുമായി ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു ഹയർ ആൽക്കെയിന് കിട്ടും. ഒരു ഹയർ എന്താണ് കിട്ടുക? ആൽക്കെയിന് കിട്ടും. അതാണ് വൂഡ്സ് റിയാക്ഷൻ. പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി. ഒരു ആൽക്കൈൽ ഹാലൈഡിന് സോഡിയം മെറ്റലുമായി ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ഹയർ ആൽക്കെയിൻ കിട്ടുന്ന പ്രോസസ്സാണ് വൂഡ്സ് റിയാക്ഷൻ. അപ്പോൾ ഫിറ്റിക് റിയാക്ഷൻ എന്താ? ഇതേ പ്രോസസ്സാ, പക്ഷെ ആൽക്കൈൽ ഹാലൈഡിന് പകരം ഹാലോ അറീൻ എടുത്താൽ മതി. അപ്പോൾ ഇത് ക്ലോറോമീത്തേൻ അല്ലേ, അതിന് പകരം ക്ലോറോബെൻസീൻ എടുക്കണം. ഇതൊരു ക്ലോറോബെൻസീൻ. അടുത്ത നോക്കിക്കോ, അടുത്ത ക്ലോറോബെൻസീൻ. ഇതിനെ 2 സോഡിയം മെറ്റലുമായിട്ട് ട്രീറ്റ് ചെയ്യുക. 2 ഹാലോ അറീനെ സോഡിയം മെറ്റലുമായി ട്രീറ്റ് ചെയ്യുക. ഏതാ കണ്ടീഷൻ? മുകളിൽ പറഞ്ഞ അതേ കണ്ടീഷൻ, ഡ്രൈ ഈത്തർ മീഡിയ. എന്താ സംഭവിക്കുക? മുകളിൽ സംഭവിച്ച അതേ സംഭവം. 2 ക്ലോറിൻ 2 സോഡിയവുമായി കമ്പൈൻ ചെയ്ത് 2 സോഡിയം ക്ലോറൈഡ് പോവും. അപ്പോഴോ ഇവിടെ 2 CH3 ജോയിൻ ചെയ്തതല്ലേ, അതേപോലെ 2 ബെൻസീൻ റിംഗ് ഇവിടെ ജോയിൻ ചെയ്യും. ഇതെന്താ? ഇത് ബൈഫിനൈൽ എന്നാ പറയാ, അല്ലെങ്കിൽ ഡൈഫിനൈൽ എന്നാ പറയാ. പ്ലസ് എന്താടാ?
2 സോഡിയം ക്ലോറൈഡ്. ഒരേ പാറ്റേണാ. മുകളിൽ ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ താഴെ ഹാലോ അറീന, അത്രയേ ഉള്ളൂ. ഇനി വൂഡ്സ് ഫിറ്റിംഗ് എന്താ? ഒരു ആൽക്കൈൽ ഹാലൈഡ്, ഒരു ഹാലോ അറീൻ. നോക്ക്, CH3Cl 2 സോഡിയം. ഇനി ഹാലോ ആൽക്കൈൻ ആണോ? അല്ല, ഹാലോ അറീന. ഏതാടാ മീഡിയം? മുകളിലത്തെ അതേ മീഡിയം, ഡ്രൈ ഈത്തർ മീഡിയം. എന്താ സംഭവിക്കുക? വെരി വെരി സിമ്പിൾ ആണ്. ആൽക്കൈൽ ഹാലൈഡിനെ ഹാലോ അറീനുമായിട്ട് ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്താൽ എന്താടാ സംഭവിക്കുക? എന്താ സംഭവിക്കുക മക്കള് പറ, എന്താ സംഭവിക്കുക? വെരി സിമ്പിളാ. മുകളിൽ സംഭവിച്ചത് തന്നെ. 2 ക്ലോറിൻ 2 സോഡിയവുമായി കമ്പൈൻ, 2 സോഡിയം ക്ലോറൈഡ് പോയി ഈ CH3 ബെൻസീനുമായിട്ട് കമ്പൈൻ ചെയ്യും. ബെൻസീന്റെ മുകളിലേക്ക് ആര് വരും? CH3 വരും. ടൊളുവിൻ കിട്ടും, മിഥൈൽ ബെൻസീൻ കിട്ടും. അപ്പൊ ഇതാണ് വൂഡ്സ് ഫിറ്റിംഗ് റിയാക്ഷൻ. ആൽക്കൈൽ ഹാലൈഡിനെ ഹാലോ അറീനുമായിട്ട് സോഡിയം മെറ്റലുമായി ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ആൽക്കൈൽ ബെൻസീന് കിട്ടുന്ന പ്രോസസ്സാണ് വൂഡ്സ് ഫിറ്റിംഗ് റിയാക്ഷൻ. ഈ 3ഉം എക്സാമിന് ചോദിക്കാറുണ്ട്. 3ഉം ഒരേ പാറ്റേണിലുള്ള റിയാക്ഷൻ ആണ്. സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാ. വളരെ വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാ. ക്ലിയർ അല്ലടാ? എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടോ? ഒരു പ്രശ്നവും ഇവിടെ ഇല്ലാന്ന് എനിക്കറിയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വെരി വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. റിയാക്ഷൻ വിത്ത് മെഗ്നീഷ്യത്തിൽ ഗ്രിഗ്നാർഡ് റിയേജന്റ്, അത് ഡ്രൈ കണ്ടീഷനിൽ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം. വൂഡ്സ് ഫിറ്റിംഗ്, വൂഡ്സ് ഫിറ്റിംഗ് 3ഉം അറിയണം. ഗോട്ട് ഇറ്റ്? ഇനി മക്കളെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. റൈറ്റ് ദ ഇക്വേഷൻ ഷോയിങ് വൂഡ്സ് ഫിറ്റിംഗ് റിയാക്ഷൻ ആൻഡ് ഫിറ്റിംഗ് റിയാക്ഷൻ. അതായത് വൂഡ്സ് ഫിറ്റിംഗ് റിയാക്ഷനും ഫിറ്റിംഗ് റിയാക്ഷൻ്റെയും റിയാക്ഷൻ എഴുതാനാ പറഞ്ഞത്. ഇത് രണ്ടും എഴുതി കൊടുത്തൂടെ? കൊടുക്കാം. ഇനി മക്കളെ റിയാക്ഷൻസ് ഓഫ് ഹാലോ അറീൻസ്. ഇത്ര സമയം നമ്മൾ പറഞ്ഞത് ഹാലോ ആൽക്കെയിനിൽ നടക്കുന്ന റിയാക്ഷനാണ്. ഈ ഹാലോ അറീനിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുമോ? ഹാലോ ആൽക്കെയിനിൽ നടക്കും, ഒരു സംശയമില്ല. പക്ഷെ ഹാലോ അറീനിൽ നടക്കുമോ? ഹാലോ അറീനിൽ പൊതുവെ അങ്ങനെ നടക്കാറില്ല. ഓക്കെ, എന്താണ് കാര്യം? അപ്പം നമ്മൾ ഇങ്ങനെ പറയാം, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആർ ലെസ്, ഇങ്ങനെയാണോ മക്കളെ എഴുതേണ്ടത്? ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ഹാലോ അറീൻ. ഹാലോ അറീനിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ലെസ് റിയാക്റ്റീവാ. തീരെ നടക്കൂല എന്നല്ല പറഞ്ഞത്, ലെസ് റിയാക്റ്റീവാ. നോർമൽ കണ്ടീഷനിൽ നടക്കാറില്ല. നോർമൽ കണ്ടീഷനിൽ ലെസ് റിയാക്റ്റീവാ. ഹാലോ അറീനിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഹാലോ അറീനിൽ നടക്കാറില്ല നോർമൽ കണ്ടീഷനിൽ. എന്തുകൊണ്ടാണ്? എടാ, ഒന്നാമത്തെ കാര്യം തന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്താണെന്നറിയോ? ഇത് ഒരു ഹാലോ അറീനാ. ആ ഹാലോ അറീനിൽ എന്ത് നടക്കുന്നുണ്ട്? റെസൊണൻസ് നടക്കുന്നുണ്ട്. റെസൊണൻസ് ഉള്ളൊരു മോളിക്യൂളിൽ പിന്നെ ബോണ്ട് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്താ? സബ്സ്റ്റിറ്റ്യൂഷൻ. ഓൾറെഡി അവിടെയുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരാൾ വരണം. അപ്പോൾ അവിടെ റെസൊണൻസ് നടക്കുന്നത് കൊണ്ട് തന്നെ അത് ഹൈലി സ്റ്റേബിളാണ്. അവിടെ പിന്നെ ഫർദർ കെമിക്കൽ റിയാക്ഷൻ നടക്കേണ്ട ആവശ്യമുണ്ടോടാ? ആവശ്യമില്ല എന്നുള്ളത് ഒരു റീസണാണ്. രണ്ടാമത്തൊരു റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, റെസൊണൻസ് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ കാർബൺ ഹാലോജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാർബൺ ഹാലോജൻ ബോണ്ടിന് ഏത് നേച്ചർ ഉണ്ട്? ഡബിൾ ബോണ്ട് നേച്ചർ ഉണ്ട്. ഡബിൾ ബോണ്ട് നേച്ചർ വരാൻ കാരണം എന്താ? അവിടെ റെസൊണൻസ് നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? എടാ, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നല്ല എനർജി കൊടുക്കേണ്ടി വരുമല്ലേ? എനർജി കൊടുക്കേണ്ടി വരും. അപ്പോൾ കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം അവിടെ എന്തുണ്ട്? റെസൊണൻസ് ഉണ്ട് എന്നുള്ളത് മറ്റൊരു റീസൺ ആണ്. ഇനി മക്കളെ, മൂന്നാമത്തൊരു റീസൺ, ഇനി നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. എങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്യുക? ഈ ബോണ്ടിന് ക്ലോറിൻ കൊണ്ടുപോകില്ല, കാരണം ക്ലോറിൻ അല്ലേ മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജും ക്ലോറിൻ നെഗറ്റീവ് ചാർജും അല്ലേ കിട്ടുക. ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നാൽ അതിനെ ഫിനൈൽ കാർബോകാറ്റയോൺ എന്നാടാ വിളിക്കുക. എന്താ വിളിക്കുക? ഫിനൈൽ കാർബോകാറ്റയോൺ. ആ ഫിനൈൽ കാർബോകാറ്റയോണിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ ഫിനൈൽ കാർബോകാറ്റയോൺ ഹൈലി
അൺസ്റ്റേബിൾ ആണ്. ഫിനൈൽ കാർബോ കാറ്റയോൺ ഹൈലി അൺസ്റ്റേബിളാ. എടാ, ഓൾറെഡി സ്റ്റേബിൾ ആയി നിൽക്കുന്ന ഒരു സ്ട്രക്ചറിൽ നിന്ന് തീരെ സ്റ്റേബിൾ അല്ലാത്ത ഒരു സ്ട്രക്ചറിലേക്ക് പോവാൻ ആരെങ്കിലും താല്പര്യപ്പെടുവോ? ഒരിക്കലുമില്ല, ആരും താല്പര്യപ്പെടില്ല. അത് മറ്റൊരു റീസണാ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഹാലോ അറയിൽ നടക്കാതിരിക്കാനുള്ള മറ്റൊരു റീസണാണ്. ഇനി മക്കളെ, വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? ഇയാളെ അടുത്തേക്ക് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾ അപ്രോച്ച് ചെയ്യണ്ടേ? ആ അപ്രോച്ചിങ്ങിൽ തന്നെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്താ, ഇവിടെ നിങ്ങൾക്ക് കാണുന്നില്ലടാ, ഇവിടെ ഒരു നെഗറ്റീവ്, ഇവിടെ ഒരു നെഗറ്റീവ്, ഇവിടെ ഒരു നെഗറ്റീവ്. അപ്പോൾ ആ ബെൻസീൻ റിങ്ങിൽ റെസൊണൻസ് നടക്കുന്നത് കൊണ്ട് അവിടെ നെഗറ്റീവ് ചാർജുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ നെഗറ്റീവും വരുന്ന ന്യൂക്ലിയോഫൈലിന്റെ ചാർജ് നെഗറ്റീവ് അല്ലേ? അപ്പോൾ അവർക്കിടയിൽ റിപ്പൾഷൻ ഉണ്ടാവും. അതൊരു റീസണാ. എന്താ? റിപ്പൾഷൻ ബിറ്റ്വീൻ ഫിനൈൽ ഗ്രൂപ്പ്. എന്താടാ ഫിനൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? അത് ബെൻസീൻ റിങ്ങാ. ആൻഡ് ന്യൂക്ലിയോഫൈൽ. Got it? ഈ റീസൺ ഒക്കെ ഉള്ളത് കൊണ്ടാണ് നോർമൽ കണ്ടീഷനിൽ ഹാലോ അറയിൽ എന്ത് നടക്കാത്തത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കാത്തത് എന്നത് മനസ്സിലാക്കുക. തീരെ നടക്കൂല എന്ന് പറഞ്ഞിട്ടില്ല, നോർമൽ കണ്ടീഷനിൽ നടക്കാറില്ല. അതാണ് ലെസ് റിയാക്റ്റീവ് എന്ന് പറഞ്ഞത്. അതിൻ്റെ റീസൺ, ഈ 4 റീസൺസ്, ഒരു 3 റീസൺ എങ്കിലും നിർബന്ധമായും മക്കളെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഹാലോ അറയിൽ ലെസ് റിയാക്റ്റീവ് ആയത് എന്നത് മറന്നു പോവരുത്, ഇമ്പോർട്ടൻ്റാ. ഇനി ഒരു കാര്യം, തീരെ നടക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിനർത്ഥം നടക്കുന്നല്ലേ? അതെ. എങ്കിൽ അതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? പറ്റും. എന്താണ് അത്? നോക്ക് ഹാലോ അറൈൻസ് ലെസ് റിയാക്റ്റീവ് ആണ്. അതിന്റെ റീസൺ എന്താ? വൈ? ചോദ്യം ആൻസർ ചെയ്യണേ. അറൈൽ ഹാലൈഡ്സ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. റൈറ്റ് എനി 2 റീസൺസ്. 2 റീസൺ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇനി എക്സാമ്പിൾ നോക്ക് നിങ്ങൾ. ഇതാരാ? ഇത് ക്ലോറോബെൻസീന. ആ ക്ലോറോബെൻസീനെ നിങ്ങൾ NaOHുമായിട്ട് ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും, ഇത് നോട്ട് ചെയ്യണേ, നോർമൽ കണ്ടീഷനിൽ ലെസ് റിയാക്റ്റീവാ. പക്ഷെ ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറും കൊടുത്താൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ നടക്കും. അതിൻ്റെ എക്സാമ്പിളാണ് ഈ റിയാക്ഷൻ. ഇതെന്താടാ? ഇത് ഫിനോളാ. എന്താ സംഭവിച്ചത്? ഇവിടെയുള്ള ക്ലോറിൻ മാറിയിട്ട് OH വന്നോ? അതല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ. വീക്ക് ന്യൂക്ലിയോഫൈൽ മാറിയിട്ട് സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ വരുന്നതല്ലേ? ആണ്. അപ്പൊ അത് ഹാലോ അറയിൽ നടക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നോർമൽ കണ്ടീഷനിൽ നടക്കില്ല. നല്ല ടെമ്പറേച്ചറും നല്ല പ്രഷറും കൊടുത്താൽ നടക്കും. അതിൻ്റെ എക്സാമ്പിളാണ് ക്ലോറോബെൻസീനെ ഫിനോളാക്കി മാറ്റുന്നത് എന്നത് ഒന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ മക്കളെ? യെസ്. ഇനി എന്താടാ? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ മക്കൾക്കൊക്കെ അറിയുന്നതാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. എന്നാലും അതിൻ്റെ മുന്നൊരു കാര്യം നോക്ക് നിങ്ങൾ. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് കണ്ടോ? അതേതാ പൊസിഷൻ? ഓർത്തോ പൊസിഷൻ. ഹാലോ അറയിൽ റെസൊണൻസ് നടക്കുന്ന സ്ട്രക്ചറായി കാണിച്ചത്. ഇതേതാ പൊസിഷൻ? ഇവിടെ നെഗറ്റീവ് ചാർജ് കണ്ടോ? ഇതേതാ പൊസിഷൻ? പാരാ. ഇവിടെ നെഗറ്റീവ് ഉണ്ട്. അതേതാ പൊസിഷൻ? അത് ഓർത്തോ അല്ലേ? അപ്പൊ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഹാലോജൻ എന്ന് പറയുന്ന ആൾ ആരാന്നറിയോ? ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. എന്ത് ഗ്രൂപ്പാണ്? ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ഏത് ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്? ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. മക്കൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. അതുകൊണ്ട് നിങ്ങൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തുമ്പോൾ അത് ഹാലോജനേഷൻ ആവട്ടെ, നൈട്രേഷൻ ആവട്ടെ, സൾഫോണേഷൻ ആവട്ടെ, ഫിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആവട്ടെ, ഫിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആവട്ടെ, നിങ്ങൾക്ക് എപ്പോഴും ഒരു ടൈപ്പ് പ്രൊഡക്റ്റാണ് കിട്ടുക. 2 ടൈപ്പ് പ്രൊഡക്റ്റ് കിട്ടും. ഏതൊക്കെയാ? ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റും കിട്ടും, പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റും കിട്ടും. നോക്ക് നിങ്ങൾ, ഹാലോജനേഷൻ നടത്തുക. ഇവിടെ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയോ? എന്താണ് ആഡ് ചെയ്യേണ്ടതെന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലോറോബെൻസീനിലേക്ക് ക്ലോറിൻ അൺഹൈഡ്രസ് ഫെറിക് ക്ലോറിൻ്റെ പ്രസൻസിൽ ആഡ് ചെയ്യുക. അപ്പോൾ എന്താ പ്രൊഡക്റ്റ് എന്നറിയോ? റിയാക്റ്റൻ്റ് 2 തവണ എഴുതുക. നിങ്ങൾ ഹാലോജനേഷൻ അല്ലേ നടത്തി, ക്ലോറിനേഷൻ അല്ലേ നടത്തിയത്? ഓർത്തോ പൊസിഷനിൽ ഒരു ക്ലോറിൻ ആഡ് ചെയ്യുക, പാരാ പൊസിഷനിൽ ഒരു ക്ലോറിൻ ആഡ് ചെയ്യുക. എന്തുകൊണ്ടാണ് 2 പ്രൊഡക്റ്റ് വന്നത്? ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഓർത്തോയിലും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും, പാരയിലും നടക്കും. 2 തരത്തിലുള്ള പ്രൊഡക്റ്റ് കിട്ടും. എപ്പോഴും പാരയാണ് മേജർ ഉണ്ടാവുക എന്നുള്ളത് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഇനി മക്കളെ, നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്യുക. അതാണ് ഓർത്ത് വെക്കേണ്ടത്. പ്രൊഡക്റ്റ് എന്താ? റിയാക്റ്റന്റ് 2 തവണ എഴുതുക. ഓർത്തോയിലും പാരയിൽ, ഒരാളുടെ ഓർത്തോയിൽ NO2 ആഡ് ചെയ്യുക, ഒരാളുടെ പാരയിൽ NO2 ആഡ് ചെയ്യുക. നോക്ക്,
ഓർത്തോയിൽ NO2 ഉണ്ട്, പാരയിൽ NO2 ഉണ്ട്. പാരയാണ് മേജർ. ഇനി സൾഫോണേഷൻ. എന്താ സൾഫോണേഷൻ എന്ന് പറഞ്ഞാൽ ക്ലോറോബെൻസീനിലേക്ക് ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ഓർത്തോയിൽ SO3H, പാരയിൽ SO3H വരും. സിമ്പിളാ. എന്താ ആഡ് ചെയ്യേണ്ടതെന്ന് പഠിച്ചാൽ മതി. റിയാക്ടന്റ് 2 തവണ എഴുതിയിട്ട് ഓർത്തോയിലും പാരയിലും അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ അറിയില്ലേ മക്കളെ? ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, അതിന് ആൽക്കൈൽ ഹാലൈഡ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഓർത്തോ പൊസിഷനിൽ ആൽക്കൈൽ ഗ്രൂപ്പ്, പാരാ പൊസിഷനിൽ ആൽക്കൈൽ ഗ്രൂപ്പ്. ഇനി ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആണെങ്കിലോ അസൈൽ ഹാലൈഡിനെ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഓർത്തോ പൊസിഷനിൽ അസൈൽ ഗ്രൂപ്പ് COCH3, പാരാ പൊസിഷനിലും COCH3 അസൈൽ ഗ്രൂപ്പ്. അതാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. അപ്പോൾ ഹാലോജനേഷൻ ആവട്ടെ, സൾഫോണേഷൻ ആവട്ടെ, നൈട്രേഷൻ ആവട്ടെ, ഫിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആവട്ടെ, ഫിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആവട്ടെ, എന്താണ് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്നത് മക്കളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഓർത്തോയിലും പാരയിലും അതിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ക്ലോറിനേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ക്ലോറിൻ. എന്താ നൈട്രേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? NO2. എന്താ സൾഫോണേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? SO3H. എന്താ ഫിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ആൽക്കൈൽ ഗ്രൂപ്പ്. എന്താണ് അസൈലേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? COCH3 അസൈൽ ഗ്രൂപ്പ്. അത്രയേ ഉള്ളൂ. ഇനി മക്കളെ നോക്കൂ, അത് നിങ്ങൾ പേപ്പറിൽ എഴുതി പഠിക്കേണ്ടതാണ്. ഹൗ ഈസ് ക്ലോറോബെൻസീൻ കൺവേർട്ടഡ് ടു 1-chloro-4-methyl benzene? 1-chloro-4-methyl benzene. How chlorobenzene is converted to chlorobenzene? എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? 1-chloro-4-methyl benzene. ഫിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ നടത്തിയാൽ പോരെ? ഇതെന്താ? 1-chloro-4-methyl benzene ആണ്. ഫിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ നടത്തിയാൽ മതി. ഹാലോ അറീൻസ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. വൈ? 4 റീസൺ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 പഠിച്ചു വെക്കുക. എടാ, എത്തനോളിനെ ഫ്ലൂറോ ഈത്തൈൻ ആക്കി മാറ്റാൻ എന്താ ചെയ്യുക? എത്തനോൾ എന്ന് പറഞ്ഞാൽ CH3CH2OH. അതിനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫ്ലൂറോ ഈത്തൈൻ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? HCl-ഉമായിട്ട് ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ PCl5, PCl3, SOCl2 ഒക്കെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പോയിട്ട് ക്ലോറിൻ അങ്ങോട്ട് വരും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് CH3CH2Cl. ഓക്കെ, ക്ലോറോ ഈത്തൈനിനെ ഫ്ലൂറോ ഈത്തൈൻ ആക്കി മാറ്റാൻ സ്വാർട്സ് റിയാക്ഷൻ നടത്തിയാൽ മതി. അഥവാ സിൽവർ ഫ്ലൂറൈഡുമായി ട്രീറ്റ് ചെയ്താൽ അയോൺ എക്സ്ചേഞ്ച് വഴി ഫ്ലൂറൈഡ് ഇങ്ങോട്ട് എത്തും. സോ ദ പ്രോഡക്റ്റ് ഈസ് CH3CH2 ഫ്ലൂറിൻ. ഫ്ലൂറോ ഈത്തൈൻ കിട്ടി. ഗോട്ട് ഇറ്റ്? യെസ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷനാണ് നടത്തിയത്. ഇവിടെ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കൈനിൽ പഠിച്ചതാണ് അപ്ലൈ ചെയ്തത്. ഇവിടെ അത് തന്നെയാണ് അപ്ലൈ ചെയ്തത്. ഇനി ബ്യൂട്ട്-1-നെ ബ്യൂട്ട്-2-നെ ആക്കാൻ എന്താ ചെയ്യുക? ബ്യൂട്ട്-1-നെ ബ്യൂട്ട്-2-നെ ആക്കണം. CH3CH2 CH ഡബിൾ ബോണ്ട് CH. ഇതാണ് ബ്യൂട്ട്-1-നെ. എടാ, ഈ ബ്യൂട്ട്-1-നെ ബ്യൂട്ട്-2-നെ ആക്കി മാറ്റല്ലേ വേണ്ടത്? ആണ്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് എന്താ ആഡ് ചെയ്താൽ മതി? HCl ആഡ് ചെയ്താൽ മതി. HCl ആഡ് ചെയ്യുമ്പോൾ മാർക്കോണിക്കോസ് അഡീഷൻ റൂൾ പ്രകാരം H+ കൂടുതൽ ഹൈഡ്രജനിലോടത്തേക്ക്, Cl- കുറവുള്ളോടത്തേക്ക്. സോ ദ പ്രോഡക്റ്റ് ഈസ് CH3CH2 CHCl സിംഗിൾ ബോണ്ട് CH3. ഇങ്ങനെയാണ് വരിക. ഇതിലെ മക്കളെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആൽക്കഹോളിക് KOH-ഉമായിട്ട് ട്രീറ്റ് ചെയ്യാം. ആൽക്കഹോളിക് KOH-ഉമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ പറയേണ്ട കാര്യമില്ല. ഇത് ആൽഫയാണ്, ഇത് രണ്ടും ബീറ്റയാണ്. ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഇവിടുന്നാണ്. അപ്പോൾ ഈ ആൽഫയിൽ നിന്ന് ക്ലോറിനും ഈ ആൽഫയിൽ നിന്ന് ഹൈഡ്രജനും റിമൂവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് CH3CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 ബ്യൂട്ട്-2-നായി മാറി. ദാറ്റ് ഈസ് ബ്യൂട്ട്-2. ഗോട്ട് ഇറ്റ്? അപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കണം, എഴുതി പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. നോക്കൂ മക്കളെ, പോളിഹാലജൻ കോമ്പൗണ്ട്സിൽ എന്താ പറയുക, ഡൈക്ലോറോമീത്തൈൻ ഒരു പോളിഹാലജൻ കോമ്പൗണ്ടാണ്. നിങ്ങളിവിടെ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഡൈക്ലോറോമീത്തൈൻ നല്ലൊരു സോൾവെൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, പെയിൻറ് റിമൂവറായിട്ട് ഉപയോഗിക്കാറുണ്ട്, എയ്റോസോളിൻ്റെ പ്രൊപ്പലൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, ഡ്രഗ്സ് മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ കുറേ ഉപയോഗങ്ങളുണ്ട്. 1-2 യൂസ് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്, അത്രേ പറയുന്നുള്ളൂ. ഡൈക്ലോറോമീത്തൈനിൽ ഏതെങ്കിലും പെയിൻറ് റിമൂവറാണ്, ഡ്രഗ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. 2 പോയിന്റ്, അത് മാത്രം മതി അവിടെ. ഇനി മക്കളെ നോക്ക്, ട്രൈക്ലോറോമീത്തൈൻ അഥവാ ക്ലോറോഫോം. ക്ലോറോഫോമിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഒന്ന്,
ഈ ക്ലോറോഫോം എന്തിനാ ഉപയോഗിക്കുക? ഒന്ന് ഫാറ്റ്, ആൽക്കലോയിഡ്, അയോഡിന്, അതേപോലെ മറ്റു സബ്സ്റ്റൻസുകളിലൊക്കെ സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതാണ് ഒരു ഉപയോഗം. ഓക്കെ, അതേപോലെ തന്നെ എന്താ പറയുക, ക്ലോറോഫോമിനെ ഫ്രിയോൺ ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഉപയോഗിക്കുന്നുണ്ട്. അത് വലിയ കാര്യമല്ല, ഏതെങ്കിലും 1-2 പോയിന്റ് ഒന്ന് പഠിച്ചു വെക്കുക. പക്ഷേ എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ളത് ഈ ക്വസ്റ്റ്യനാണ്. നമ്മൾ ക്ലോറോഫോമിനെ ഡാർക്ക് ബോട്ടിൽസിൽ അപ് ടു ദി നെക്ക് വരെ ഫില്ല് ചെയ്തിട്ടേ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. അതെന്തുകൊണ്ടാണെന്നാ ചോദിക്കുക. ഡാർക്ക് ബോട്ടിൽസിലെ ക്ലോറോഫോം സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ, അതും ഫുള്ള് ഫില്ല് ചെയ്ത് സ്റ്റോർ ചെയ്യണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പ്രസൻസിൽ, ഡാർക്ക് അല്ലെങ്കിൽ ലൈറ്റ് എൻട്രിയും, ലൈറ്റിൻ്റെ പ്രസൻസിൽ ഓക്സിജനുമായിട്ട് ക്ലോറോഫോം ഇൻട്രാക്ട് ചെയ്യും. അല്ലെങ്കിൽ ക്ലോറോഫോം സ്ലോലി ലൈറ്റിൻ്റെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബോണൈൽ കോമ്പൗണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫോസ്ജീൻ എന്ന് പറയുന്ന പോയിസണസ് കോമ്പൗണ്ട് ഉണ്ടാവും. ആ കോമ്പൗണ്ടിന്റെ ഫോർമേഷൻ തടയാനാണ് ഇത് ഡാർക്ക് ബോട്ടിൽസിൽ അപ് ടു ദി നെക്ക് വരെ ഫില്ല് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. അപ് ടു ദി നെക്ക് വരെ ഫില്ല് ചെയ്യണമെന്ന് പറയുന്നത് ഡാർക്ക് ബോട്ടിൽ തന്നെ സ്റ്റോർ ചെയ്യണമെന്ന് പറയാൻ കാരണം, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് ലൈറ്റിന്റെ പ്രസൻസിൽ സ്ലോലി ഓക്സിഡൈസ് ചെയ്ത് പോയിസണസ് കോമ്പൗണ്ട് ആയിട്ടുള്ള കാർബോണൈൽ കോമ്പൗണ്ട് ഉണ്ടാവും. ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഗോട്ട് ഇറ്റ്? വളരെ ഇമ്പോർട്ടൻ്റ് ആ മക്കളെ, നന്നായിട്ട് പഠിച്ചു വെക്കണേ. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണേ. യെസ്, ഇതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. അടുത്തത് ടെട്രാക്ലോറോമീത്തേൻ അഥവാ കാർബൺ ടെട്രാക്ലോറൈഡ്. 1-2 യൂസ് പഠിച്ചു വെക്ക്. ഒന്ന്, ഒരു സോൾവെൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. അത് മതി, 2 യൂസ്. കാർബൺ ടെട്രാക്ലോറൈഡ് ഒക്കെ 2 യൂസ് പഠിച്ചു വെച്ചാൽ മതി. ഇനി ഫ്രിയോൺ. ഫ്രിയോൺ ഉണ്ടല്ലോ, ആ ഫ്രിയോണിൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രിയോൺ 12 ആണ്. ആ ഫ്രിയോൺ 12 എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. ഒന്ന്, അത് മാനുഫാക്ചർ ചെയ്യുന്നത് സ്വാഡ്സ് റിയാക്ഷനിലൂടെയാണ്. ഫ്രം ടെട്രാക്ലോറോമീത്തേൻ, കാർബൺ ടെട്രാക്ലോറൈഡിനെ സ്വാഡ്സ് റിയാക്ഷൻ നടത്തിയിട്ടാണ് ഫ്രിയോൺ ഉണ്ടാക്കുന്നത് എന്നൊരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതിൻ്റെ യൂസ് എന്താ? എയറോസോളിൽ പ്രൊപ്പലൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, റെഫ്രിജറേഷൻ ഉപയോഗിക്കുന്നുണ്ട്, എയർ കണ്ടീഷനിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതിൻ്റെ 1-2 ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാർബൺ ടെട്രാക്ലോറൈഡിൽ നിന്ന് സ്വാഡ്സ് റിയാക്ഷൻ വഴിയാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾ മാനുഫാക്ചറിങ് ഓഫ് ഡ്രഗ്സ്, സോൾവെൻറ്റ്, അത് മാത്രം നോട്ട് ചെയ്താൽ മതി. ക്ലോറോഫോമിൽ ഈ ഡാർക്ക് ബോട്ടിൽസ് അപ് ടു ദി നെക്ക് വരെ ഫില്ല് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് മക്കൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, നോക്കടാ. പിന്നെ DDT എന്ന് പറഞ്ഞാൽ ഡൈഫിനൈൽ ട്രൈക്ലോറോമീത്തേൻ ആണ്. അത് ആദ്യത്തെ ക്ലോറിനേറ്റഡ് ഓർഗാനിക് ഇൻസെക്ടിസൈഡാണ്. DDT കൊണ്ട് അങ്ങനെ ഒരു ഉപയോഗം ഉണ്ടെന്ന് ആദ്യം കണ്ടെത്തിയത് പോൾ മുള്ളർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. പിന്നെ ഇതാണ് DDTയുടെ സ്ട്രക്ചർ. ബോർഡ് എക്സാമിന് ഇത് വരക്കാനൊന്നും ചോദിക്കാറില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുന്നതൊക്കെ നല്ലതാണ്. അത് ആദ്യത്തെ ക്ലോറിനേറ്റഡ് ഓർഗാനിക് ഇൻസെക്ടിസൈഡ് ആണെന്ന് അറിയണം. പോൾ മുള്ളറാണ് കണ്ടെത്തിയതെന്ന് അറിയാം. നോക്ക്, ക്വസ്റ്റ്യൻ നോക്ക്. ദ കെമിക്കൽ ഫോർമുല ഓഫ് ഫോസ്ജീൻ, COCl2 ആണ് ഫോസ്ജീൻ എന്ന് പറയുന്നത് കേട്ടോ. നെയിം ദ പോളിഹാലജൻ കോമ്പൗണ്ട് യൂസ്ഡ് ആസ് ഇൻസെക്ടിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈത്തേൻ അഥവാ DDT. വൈ ക്ലോറോഫോം കെപ്റ്റ് ഇൻ ഡാർക്ക് കളേർഡ് ബോട്ടിൽ, അല്ലെങ്കിൽ അത് ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് ഓക്സിഡൈസ് ചെയ്ത് ലൈറ്റിന്റെ പ്രസൻസിൽ എന്തുണ്ടാവും? ഫോസ്ജീൻ എന്ന് പറയുന്ന പോയിസണസ് കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യും. ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്, ക്ലോറോഫോം is slowly oxidized by air to an extremely poisonous gas called phosgene or carbonyl chloride. ഓക്കെ, ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ മക്കളെ നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഞാൻ ഈ ചാപ്റ്റർ A to Z പറയല്ല ചെയ്തത്, ടെക്സ്റ്റ് ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ് എടുക്കുകയല്ല ചെയ്തത്. എക്സാമിന് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു പോയിന്റ് പോലും മക്കളെ നിങ്ങൾ വിട്ടുകളയരുത്, ഇത് എക്സാമിന് ഏറ്റവും സാധ്യതയുള്ള കാര്യങ്ങളാണ് നിങ്ങളെ പഠിപ്പിച്ചത്. ഇനി വളരെ ചെറിയ പോയിന്റുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇനി എത്ര ലൈവ് ക്ലാസ്സുകൾ
ക്ലാസ്സുകൾ വരുന്നുണ്ടടാ, ആ ലൈവ് ക്ലാസ്സുകളിൽ ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തോളും. ഇനി മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 2 പാർട്ടിലായിട്ടാണ് ഈ ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തത്. അത് നിങ്ങൾ എന്തു വില കൊടുത്തും പഠിച്ചിരിക്കണം. കാരണം ഇതിലുള്ള പല കാര്യങ്ങളും അടുത്ത ചാപ്റ്ററിൽ ആവശ്യമുണ്ട്, അത് കഴിഞ്ഞുള്ള ചാപ്റ്ററിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത് പഠിക്കാതെ പോകരുത്. സിമ്പിൾ അല്ലേ? കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെക്കണം മക്കളെ. എങ്കിലും ഒരു പ്രശ്നവും ഇല്ല, ഒരു കൺഫ്യൂഷനും വേണ്ട. ഓർഗാനിക് സെറ്റായിട്ട് നിങ്ങളെ കയ്യിൽ അങ്ങ് തരും. ഒരു പ്രശ്നവും നിങ്ങൾ അടിക്കേണ്ട കാര്യമില്ല, ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. അപ്പം നന്നായിട്ട് പഠിക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ മാത്രം ഞാൻ ചോദിക്കുകയാണ്. ആദ്യം തന്നെ ഈ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ എഴുതണം. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെന്ന് അറിയുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഒരു എനർജി വരിക. രണ്ടാമത്തെ ഒരു കാര്യം, എന്തുകൊണ്ടാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഹാലോ അറീൻസിൽ ലെസ് റിയാക്റ്റീവ് ആയത്? അതിൻ്റെ ആൻസറും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ബൈ.